ഗുഡ് ഈവനിങ്. മാറ്റിനി ഫെമിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിലീസ് യുവർ നെഗറ്റീവ് എനർജി വിത്ത് EFT. EFTയുടെ ഒരു പാർട്ട് നമ്മൾ 2 ആഴ്ച മുമ്പ് ചെയ്തിരുന്നു, പാർട്ട് 1. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഓൾമോസ്റ്റ് ആ ടോപ്പിക്കാണ്, പക്ഷേ സ്വല്പം കൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള 1-2 പോയിന്റ്സും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഈ പ്രോസസ്സിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ ഒരു സെഷൻ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇത്രയും പോയിന്റ്സ് ഒക്കെ പറഞ്ഞിരുന്നു. പ്രധാനമായിട്ടും ഒന്ന്, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറഞ്ഞിരുന്നു. എന്താണ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ബിഹേവിയറിൽ പലതരത്തിലുള്ള ചേഞ്ച് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റാപ്പിഡ് ചേഞ്ച്, പ്രത്യേകിച്ച് തോട്ട് പ്രോസസ്സിൽ, മൂഡിൽ, ഇമോഷൻസിൽ, ഫീലിങ്സിലൊക്കെ ഉണ്ടാകാവുന്ന നിയന്ത്രിക്കാൻ പറ്റാത്ത റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് പലപ്പോഴും ഈ ഒരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണമാകുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പലപ്പോഴും ഒരു അഫക്റ്റീവ് ഡിസ്റെഗുലേഷൻ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ, നമ്മുടെ പെർസെപ്ഷൻ ഉണ്ടാകാവുന്ന ഡിസ്റ്റോർഷൻസ് എല്ലാം ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണമായി മാറാറുണ്ട്. പല രീതിയിലാണ് പറയുന്നത്. പലപ്പോഴും ഈ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയിൽ നിന്ന് സ്റ്റേബിൾ ആയിട്ടൊരു അവസ്ഥയിലേക്ക് എത്താൻ നമ്മളെ കൊണ്ടാകുന്നുണ്ടോ, അത് എത്ര എളുപ്പമാണോ, എത്ര പെട്ടെന്ന് അതിന് സാധിക്കും, ആ റെസിലിയൻസ് പവർ എങ്ങനെയാണ്, ഇതൊക്കെ അനുസരിച്ചാണ് ഒരു ഇമോഷണൽ ലെവല് നമ്മൾ സാധാരണ തിരിച്ചറിയുന്നത്. ഈ ഇമോഷണൽ ലെവലിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഇമോഷണൽ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റെബിലിറ്റിയിലായി പോകുന്നു എന്ന് നമുക്കറിയാം. ചില പെട്ടെന്നുള്ള അപ്സെറ്റുകൾ, ഇമോഷണലി നമ്മൾ അപ്സെറ്റ് ആകാം, ചിലപ്പോൾ ആങ്ഷ്യസ് ആകാം, നെർവസ് ആകാം, ടെൻസ്ഡ് ആകാം. പല കാരണങ്ങൾ അതിനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് നമ്മുടെ ചൈൽഡ്ഹുഡിലുണ്ടാകുന്ന ട്രോമകൾ, എയർലി ലൈഫ് സിറ്റുവേഷനിലുണ്ടാകുന്ന ട്രോമകൾ, കുട്ടിക്കാലത്ത്, അതുപോലെ തന്നെ അബ്യൂസ്, അതുപോലെ നെഗ്ലക്റ്റഡ് ആകുന്ന അവസ്ഥ, സോഷ്യൽ ഐസൊലേഷൻ, അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ്റെ പല തലങ്ങൾ. ഇപ്പോൾ നമുക്ക് കേട്ടിട്ടുണ്ട് പല ഡിസ്ക്രിമിനേഷനെ കുറിച്ച് നമ്മളിപ്പം അടുത്ത കാലത്തൊക്കെ കേട്ടു. അതുപോലെ റേസിസം, സോഷ്യൽ ഡിസഡ്വാൻറ്റേജ്, പോവർട്ടി, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഡെപ്റ്റ്, ഇതെല്ലാം അതിന് ചില കാരണങ്ങളാണ് നമ്മൾ കണ്ടു. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് ഈ ഇമോഷൻസ് നമ്മുടെ ഓർഗൻസിനെ അത് ഡയറക്റ്റായിട്ട് അഫക്റ്റഡ് ആക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആങ്കർ നമ്മുടെ ലിവറിനെ സാരമായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കിഡ്നിയെ, പെട്ടെന്നുണ്ടാകുന്ന ഷോക്കുകൾ കിഡ്നിയെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഹാർട്ടും ബ്രെയിനൊക്കെ വളരെ സെൻസിറ്റീവാണ്. സ്ട്രെസ്സ് അതിനെ ഒത്തിരി വീക്കൻ ചെയ്യുന്നു നമ്മൾ കേൾക്കുന്നു. അതുപോലെ തന്നെ ഡൈജഷൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ആങ്സൈറ്റി, ഡൈജഷൻ അല്ലെങ്കിൽ സ്റ്റൊമക് പ്രോബ്ലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. സാഡ്നെസ് എപ്പോഴും നമ്മുടെ ലങ്സ് വീക്കാക്കുന്നു. അതുപോലെ തന്നെ വറി, സങ്കടം, വിഷമമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അത് സ്റ്റൊമക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരും. അപ്പം ഇങ്ങനെയുള്ള ചില പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മൾ കൃത്യമായ ഒരു പരിഗണന അതിന് കൊടുക്കണം എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് 4 വേവ്സ് ഓഫ് സൈക്കോ തെറാപ്പിയാണ്. സൈക്കോതെറാപ്പിയുടെ പല വേർഷൻസ്. അതെന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളിന്ന് പറയുന്ന EFT ഏത് വേവിലാണ്, ഏത് തരത്തിലുള്ള മൊഡാലിറ്റിയാണ്, ഒരു തെറാപ്പി മൊഡാലിറ്റി ആണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിൽ ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, ഫോർത്ത് വേവ്, അങ്ങനെ തേർഡ് വേവ്, ഫോർത്ത് വേവ് എന്ന് പറഞ്ഞ 4 വേവ്സിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വേവിൽ എഡ്വേർഡ് ടിച്ച്നറുടെ ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ സെൽഫ് റിഫ്ലക്ഷൻ, സെൻസേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി, അതുപോലെ വില്യം ജെയിംസിന്റെ ഫങ്ഷണലിസം, ഇതെല്ലാം ഫസ്റ്റ് വേവിൽ. അതുപോലെ തന്നെ മാക്സ് വെൽത്നറിന്റെ ഗെസ്റ്റാൾട്ട് തെറാപ്പി, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ്, കാൾ റോജറിന്റെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ, ഇതെല്ലാം കൃത്യമായിട്ടും ഫസ്റ്റ് വേവ് സൈക്കോ തെറാപ്പി റെജിമിൽ സംഭവിക്കുന്നതാണ്. രണ്ടാമത്തെ വേവ് എന്ന് പറയുമ്പോൾ സ്കിന്നറിന്റെയും പാവ്ലോവിന്റെയൊക്കെ ബിഹേവിയറിസം, കണ്ടീഷനിങ് എന്നൊക്കെ പറയുന്ന ആ സിസ്റ്റത്തിലേക്ക് പോകും. ആൻഡ് തേർഡ് വേവ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ പ്ലസ് കോഗ്നിറ്റീവ് അപ്രോച്ചാണ്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. പ്രധാനമായിട്ട് DBT, REBT, CBT, അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി, ഇങ്ങനെയുള്ള മൈൻഡ്ഫുൾനെസ് ബേസ്ഡുള്ള
കോഗ്നിറ്റീവ് തെറാപ്പികളെല്ലാം ആ ഒരു ഏരിയയിൽ പെടും എന്ന് നമുക്കറിയാം. ആൻഡ് ഫോർത്ത് വേവ് പ്രധാനമായിട്ടും സൊമാറ്റിക് ആണ്, ബോഡി ഓറിയന്റഡ് ആണ്, ബോഡി സെൻട്രിക് ആണ്, അതുപോലെ തന്നെ എനർജി പെർസ്പെക്റ്റീവ് ആണ്. ഇതിന് കൂടെ കോഗ്നിറ്റീവ് അപ്രോച്ചും ചില സമയത്ത് വരാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയാണ് EFTയിലേക്ക് മടങ്ങി വരുന്നത്. പ്രത്യേകിച്ച് EFT, EMDR, അതുപോലെ എനർജി ഹീലിംഗ് എല്ലാം ഫോർത്ത് വേവ് സൈക്കോതെറാപ്പിയുടെ പാർട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ EFT അത് നമ്മൾ ബേസിക്കായിട്ട് പറയുമ്പോൾ ദാറ്റ് ഈസ് ബോഡി സെൻട്രിക് ആണ്, സൊമാറ്റിക് ആണ്. അറ്റ് ദ സെയിം ടൈം എനർജി ബ്ലോക്കേജുകൾ ടാപ്പിങ്ങിലൂടെ റിമൂവ് ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷൻ പീക്ക് സിറ്റുവേഷനിലേക്ക് എത്തിക്കാൻ നമ്മൾ കോഗ്നിറ്റീവ് അപ്രോച്ചും വരും. ഒരു ബോഡി സെൻട്രിക്, എനർജി സെൻട്രിക്, കോഗ്നിറ്റീവ് അപ്രോച്ചാണ് EFTയിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ ഇഫക്റ്റീവാണ്. പക്ഷേ എങ്ങനെയുള്ളവർക്കാണ് ഇത് എഫക്റ്റീവ് ആകുന്നത് എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കും. പിന്നെ ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗാരി ക്രേഗ് ആണിത് ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. അതിനു മുമ്പ് TFT, റോജർ കലഹാന്റെ TFTയുടെ ടച്ച് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയാണ് ഒരു സ്റ്റാൻഫോർഡ് ട്രെയിൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറായ ഗാരി ഇത് തിരിച്ചറിയുന്നത്. അപ്പൊ TFTയിൽ നിന്ന് ഒത്തിരി വ്യത്യാസം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റി. അല്ലെങ്കിൽ TFTയുടെ ഗുണങ്ങളും അതിനകത്തുള്ള കോമൺ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, TFTയിൽ പല ആൽഗരിതംസ് ആണ്, പല പ്രോട്ടോകോൾസ് ആണ്. ഓരോ തര പ്രോബ്ലംസിനും അല്ലെങ്കിൽ എനർജി ബ്ലോക്കേജിനും ഓരോ തരത്തിലുള്ള പെർമിറ്റേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോട്ടോകോൾസിൽ കോമൺ ആയിട്ട് കുറെ ഏരിയകളുണ്ട്. അപ്പം എല്ലാത്തിനും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഇതുപോലുള്ള ബോഡി സെൻട്രിക് അല്ലെങ്കിൽ മെന്റൽ ആഗണിക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹം അതിനെ റീഡിഫൈൻ ചെയ്തു. TFTയിലുള്ള പോലെ തന്നെ സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസോർഡർ റേറ്റിംഗ് എല്ലാം ആസച്ച് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാ രോഗങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ഡിസ്കംഫർട്ടുകൾക്കും ഒരേപോലുള്ള ഒരു മെക്കാനിസം ഇതിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു സെഷൻ എന്ന് പറയുന്നത് ഏകദേശം 30 മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെയുള്ള സമയം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ശരിക്കും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ ഈ ചേഞ്ചസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയും പോയിന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ജനറിക് സെറ്റപ്പ് ഫ്രൈസിനെ കുറിച്ച് പറഞ്ഞു, റിമൈൻഡർ ഫ്രൈസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ആ പ്രോസസ്സ് ചെയ്യുന്നത്, ഒരു ബ്രീത്തിങ്ങിന്റെ എക്സാമ്പിൾ എടുത്തുകൊണ്ട് EFTയുടെ പ്രോസസ്സിലൂടെ എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. നമ്മൾ മൈൻഡ്ഫുള്ളായി ഒരു കമ്പാഷനേറ്റ് തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നത്തെ മനസ്സിലാക്കി അത് ഒരു കോഗ്നിറ്റീവ് തലത്തിൽ പീക്ക് ചെയ്ത് ടാപ്പിംഗ് എന്ന് പറയുന്ന എനർജി സൊല്യൂഷനിലൂടെ റിയലായിട്ട് നമുക്ക് യഥാർത്ഥ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മെക്കാനിസമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പ്രധാനമായും ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ PTSD എന്ന് പറയുന്ന ഈ സ്ട്രെസ് ഡിസോർഡറിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസോർഡറുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രോബ്ലം അല്ലെങ്കിൽ EFT കൂടുതൽ ഇന്റർവെൻഷൻസ് സംഭവിക്കുന്നത്. നമുക്കറിയാം റിക്സോണിയൻ ഹിപ്നോസിസ് ഉപയോഗിച്ച് പല രീതിയിലുള്ള ഇന്റേണൽ ട്രോമ മാറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ട്രാൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിട്ട് ആ സ്റ്റേറ്റിൽ നിന്ന് ഈ ട്രോമയെ റിലീവ് ചെയ്യുക ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും സിവിയർ ട്രോമയുള്ള ആളുകൾക്ക് പലപ്പോഴും ഈ പറയുന്ന ട്രാൻസിലേക്ക് എത്താൻ പറ്റാതെ വരുമ്പോൾ അതിന് മറ്റ് ഓപ്ഷൻസിലൂടെ അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു രീതിയിലൂടെയാണ് EFTയിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഫ്ലാഷ് ബാക്കുകൾ സ്വപ്നത്തിലോ അല്ലെങ്കിലൊക്കെ ഉണ്ടാകാം, നൈറ്റ്മേഴ്സ്, അതുപോലെ ഇൻട്രൂസീവ് തോട്ട്സ്, സിവിയർ ആങ്സൈറ്റി, ഹൈപ്പർ വിജിലൻസ്, കൂടുതൽ ശ്രദ്ധ എല്ലാത്തിനും കേൾപ്പിക്കുക, അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഫിസിക്കൽ അഗ്രഷൻ, പൂർ കോൺസെൻട്രേഷൻ, ഇങ്ങനെയുള്ള കുറേ തരത്തിലുള്ള സിംറ്റംസ് ഉണ്ട്. ഇങ്ങനെയുള്ള സിംറ്റംസ് നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള സിംറ്റംസിലേക്ക് നമ്മൾ എത്തിച്ചേരാം. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തെറാപ്പി ആയിട്ടാണ് നമ്മൾ EFT ഇന്റർവെൻഷൻ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്കറിയാം നോർമലി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറെ കാലം കൊണ്ടാണ് ഉണ്ടാകുന്നത്, ഒരു അഗ്രവേഷനാണ്. ആദ്യമേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി, അതിനെ സോൾവ് ചെയ്യാൻ പറ്റാതെ പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി EFT നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു നോർമൽ അവസ്ഥയിൽ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ പറയുന്നത് ക്ലിനിക്കൽ EFT ആണ്. എങ്ങനെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഡിസോർഡറിനെ നമുക്ക്
ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ പ്രശ്നത്തെ നമുക്ക് എങ്ങനെ മാറ്റാമെന്നാണ് ചിന്തിക്കുന്നത്. ഇതല്ലാതെ നമുക്കൊരു സ്പിരിച്വൽ EFTയുടെ പാർട്ടും കൂടി ഉണ്ട്. അങ്ങനെ ഒരു പാർട്ടിൽ നമ്മുടെ വെൽബീയിങ് വളരെ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസരത്തിൽ നമുക്കെപ്പോഴും EFTയുടെ ഈ പറയുന്ന ആൻറ്റി ബ്ലോക്കിംഗ് സിസ്റ്റം, നമ്മുടെ എനർജി എവിടെയെങ്കിലും ബ്ലോക്ക് ആകുന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കിങ്ങിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ സിസ്റ്റത്തെ വളരെ കൃത്യമായിട്ട് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിട്ടാണ് നമ്മൾ സ്പിരിച്വൽ EFT. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം ഇന്ന് നമ്മൾ ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സാധ്യതകൾ നമ്മളിൽ ഉണ്ടാകാം. അപ്പോൾ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തെറാപ്പി ആയിട്ടാണ് EFT ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ EMDR. EMDRും വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ്. ഐ മൂവ്മെന്റ് ഡീസെൻസിറ്റൈസേഷൻ ആൻഡ് റീപ്രോസസിങ്. നിങ്ങൾ NLP ഒക്കെ പഠിച്ചവർ കാണും. NLPയിൽ പ്രത്യേകിച്ച് കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ്, കണ്ണിൻ്റെ മുകളിലേക്കും താഴോട്ടുമുള്ള മൂവ്മെൻറ്റ്സ് വളരെ കൃത്യമായിട്ട് നമ്മളുടെ റിമംബറൻസിൽ, നമ്മുടെ മെമ്മറിയെ ആയിട്ട് കണക്റ്റഡ് ആകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ മുകളിലേക്കാണ് നോക്കുന്നത്, വിഷ്വലി റിമംബേർഡ് ആയിരിക്കും. അതുപോലെ റൈറ്റ് സൈഡ് മുകളിലേക്കാണ് അല്ലെങ്കിൽ കോർണറിലേക്കാണ് നോക്കുന്നത്, വിഷ്വൽ കൺസ്ട്രക്റ്റഡ് ആയിരിക്കും. എന്നൊക്കെ നമ്മൾ വിഷ്വൽ ക്ലൂസ് അല്ലെങ്കിൽ ഐ ക്ലൂസ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രമാത്രം കണക്റ്റഡ്, കണ്ണിൻ്റെ ചലനങ്ങൾ നമ്മുടെ മെമ്മറി ആയിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് റാപ്പിഡ് ഐ മൂവ്മെന്റ്സ്, റം, നമ്മൾ ഉറക്കത്തിൽ കൊച്ചുകുട്ടികളൊക്കെ ഉറങ്ങുമ്പോൾ അവരുടെ കൃഷ്ണമണി ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മൂവ്മെന്റ്സിനെ ബേസ് ചെയ്ത് പ്രധാനപ്പെട്ടുള്ള ട്രോമാറ്റിക് മെമ്മറിയെ ഒരു പ്രത്യേക പാറ്റേണിലൂടെ റിമൂവ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് EMDR എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ പ്രത്യേകത, ഇവിടെ മെമ്മറി, ആ ട്രോമാറ്റിക് മെമ്മറി എന്താണെന്ന് നമ്മൾ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കുന്നില്ല. പകരം ഈ ഐ മൂവ്മെന്റ്സിലൂടെ അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉണ്ട്. പിന്നെ നമ്മൾ വരുന്നത് നമ്മളുടെ EFTയിലേക്ക് തന്നെയാണ്. EFT ഇസ് അനദർ മെക്കാനിസം. ബട്ട് ഈ ട്രോമാറ്റിക് സിറ്റുവേഷൻസിനെ വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാനും അതിൽ നിന്ന് നമ്മളുടെ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറ്റി ഒരു കാംനെസ്സിലേക്ക് തിരിച്ചു വരാനൊക്കെ ഈ സിസ്റ്റം നമുക്ക് വളരെയധികം ഉപയോഗിക്കാം. പ്രധാനമായും EFT എന്ന് പറയുന്ന ഒരു സൊമാറ്റിക് തെറാപ്പി എന്ന ലെവലിലാണ് പറയുന്നത്. സൊമാറ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ടച്ചിങ്ങിലൂടെ അല്ലെങ്കിൽ ബോഡി സെൻസിറ്റീവായിട്ട് ശരീരത്തിലെ ഊർജ്ജമാറ്റങ്ങൾ വരുത്തി മാനസിക നിലയെ, ശാരീരിക നിലയും നിയന്ത്രണ വിധേയമാക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന ശ്രദ്ധിച്ചു നോക്കിയറിയാം, നമ്മൾ സാധാരണ തെറാപ്പികളെല്ലാം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം റിലാക്സേഷനിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടപ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ചിന്തകളാകാം, അല്ലെങ്കിൽ ഇമോഷൻസ് ആകാം. ഈ തോട്ട്സ് ഇമോഷൻസിനെ എല്ലാം സെറ്റിൽ ചെയ്ത് നമ്മൾ റിലാക്സേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവിടെ നേരെ റിവേഴ്സ് പ്രോസസ്സാണ്. ശരീരത്തിൽ ഊർജ്ജ വ്യത്യാസം വരുത്തി, എന്ന് വെച്ചാൽ ടാപ്പിംഗ് പ്രോസസ്സിലൂടെ വ്യത്യാസം വരുത്തി ശാരീരിക നിലയെയും മാനസിക നിലയെയും നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു രീതിയാണ് EFT. ഒരു സൊമാറ്റിക് തെറാപ്പി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മറ്റു രീതിയിൽ പറഞ്ഞാൽ ശരീരത്തിലുള്ള മെറിഡിയൻ പോയിന്റ്സ് സ്പർശന രീതിയിൽ ടച്ച് ചെയ്ത് ടാപ്പിങ്ങിലൂടെ ഊർജ്ജ വ്യത്യാസം വരുത്തി അതിനൊപ്പം തന്നെ കോഗ്നിറ്റീവ് രീതികൾ അവലംബിക്കും. നമ്മുടെ വാക്കുകളുടെ നിയന്ത്രിതമായ ഉപയോഗം കൊണ്ട് ഇപ്പോൾ ഉള്ള ശാരീരികവും മാനസികമായ അവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രോബ്ലത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവസ്ഥയിലേക്ക് എത്തിച്ച് കോഗ്നിറ്റീവ് സൊമാറ്റിക് എനർജി ബേസ്ഡ് തെറാപ്പി, വേണമെങ്കിൽ ഒരു രീതി പറയാം എക്സ്പ്ലോഷർ തെറാപ്പി എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. കാരണം ആ സിറ്റുവേഷനെ കൃത്യമായിട്ട് എക്സ്പ്ലോഷർ കൊടുത്ത് അതിൽ നമ്മളുടെ തോട്ട് പ്രോസസ്, കോഗ്നിറ്റീവ് പാർട്ട് വളരെ കൃത്യമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സുകളിലൂടെയാണ് EFT വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെല്ലാം തന്നെ നമുക്കറിയാം കോഗ്നിറ്റീവ് CBT എന്നൊക്കെ പറയുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ പറയുന്നത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള തെറാപ്പിയാണ്. അപ്പോൾ അതിൻ്റെ കുറേ പാർട്ടുകൾ ഇവിടെ ഉണ്ട്. എന്നുവെച്ചാൽ നമ്മളിലുള്ള ഏറ്റവും പ്രശ്നമുള്ള ഒരു ഏരിയ കൃത്യമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്ത് ഇത് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നു എന്നുള്ള തലത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ കോഗ്നിറ്റീവ്, അതുപോലെ സൊമാറ്റിക്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ ഉള്ള സൊമാറ്റിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ കൈയുടെ സ്പർശനം, ടച്ച് കൊണ്ട് തന്നെ ഹീലിംഗ് വരുന്ന രീതിയിലേക്കുള്ള രീതികൾ നമുക്കറിയാം. ഹീലിംഗ് പ്രോസസ്സ്, ഡിസ്റ്റൻസ് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള ആ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് എന്നൊക്കെ പറയുന്ന രീതികൾ, എനർജി തെറാപ്പിയുടെ ഒരു പാർട്ടും കൂടെ ഇതിനകത്ത് വരുന്നത്. ഈ 3 തരത്തിലുള്ള തെറാപ്പികളുടെ ഒരു സമന്വയമാണ്
നമുക്ക് EFT എന്ന് പറയാം. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഇതിൻ്റെ കണക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈസ്റ്റേൺ എനർജി സ്റ്റൈലുമായിട്ട് ഇതിനെ കണക്റ്റഡാണ്. അക്യുപഞ്ചർ പോയിന്റ്സ്, അക്യുപ്രഷർ പോയിന്റ്സ്, ഏകദേശം 2000-ഓളം അക്യുപഞ്ചർ പോയിന്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് എന്നാണ് ആ സിസ്റ്റം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ ബ്ലോക്കേജ് ഉണ്ടോ ആ ബ്ലോക്കേജുകൾ നീഡിൽ കൊണ്ട് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ നീഡിൽ ഇറക്കി ആ ബ്ലോക്കുകൾ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് മെറിഡിയൻ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ട്രാഡിഷണൽ ചൈനീസ് മെഡിസിൻ TCMന്റെ കോൺസെപ്റ്റിൽ അക്യുപ്രഷർ പോയിന്റ്സ്, മറ്റേ അക്യുപങ്ചറാണ്, അക്യുപ്രഷറാണ്, 361 അക്യുപ്രഷർ പോയിന്റ്സ് ഉണ്ടെന്നും ആ മെറിഡിയൻസ് 12 മെറിഡിയൻസ് ആണ് നമുക്കുള്ളത്. ആ 12 മെറിഡിയൻസിൽ 14 അല്ല 12 മെറിഡിയൻസ്, ആ 12 മെറിഡിയൻസിലെ എല്ലാം പ്രിൻസിപ്പൽ മെറിഡിയൻസ് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ട് ഇങ്ങനെയാണ് ആ മെറിഡിയനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 12 സ്റ്റാൻഡേർഡ് മെറിഡിയൻസ്, അതിൽ ദർ കോൾഡ് ആസ് പ്രിൻസിപ്പൽ മെറിഡിയൻസ്. അത് ഇൻ യാൻ, മെയിൽ ഫിമെയിൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. ഇൻ മെറിഡിയൻസ് ഓഫ് ദി ആംസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലങ്സ്, ഹാർട്ട്, പെരിക്കാർഡിയം ഇങ്ങനെയുള്ള ഓർഗൻസുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ യാങ് മെറിഡിയൻ എന്ന് പറയുന്നത് ആംസ്, അത് പ്രധാനമായിട്ട് ആംസിലാണ്. ലാർജ് ഇൻഡസ്ട്രെയിൻ, സ്മോൾ ഇൻഡസ്ട്രെയിൻ ആൻഡ് ട്രിപ്പിൾ ബർണർ. അതുപോലെ ഇൻ മെറിഡിയൻ എന്ന് പറയുന്നത് അത് ലെഗിലാണ്, സ്പ്ലീൻ, കിഡ്നി, ലിവർ. അപ്പോൾ പ്രധാനമായിട്ടുള്ള പൊസിഷൻസ് ഇതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ മെറിഡിയൻസിനെ എല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ മെറിഡിയനും ഏത് ഓർഗനുമായിട്ട് കണക്റ്റഡ് ആണ്. ലങ് മെറിഡിയൻ എന്ന് പറയുന്നത് ലങ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അതിനകത്ത് കുറേ നെഗറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റുകളുണ്ട്. പ്രത്യേകിച്ച് ഡിസ്റ്റെയിൻ, കണ്ടംപ്റ്റ്, പിന്നെ ഫോൾസ് പ്രൈഡ്, ഇൻടോളറൻസ്, പ്രിജുഡിസ്, ഇതെല്ലാം ലങ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ മെറിഡിയൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റുകളാണ്. ഇതിലെ പോസിറ്റീവ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിറ്റി, ടോളറൻസ്, മോഡസ്റ്റി ഇങ്ങനെയുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, എപ്പോഴൊക്കെ നെഗറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നു അപ്പോഴൊക്കെ നമ്മുടെ ലങ് മെറിഡിയൻ ബ്ലോക്ക് ആണ്, അല്ലെങ്കിൽ അവിടുത്തെ എനർജി ട്രാൻസ്ഫർ ബ്ലോക്ക് ആണ് നമുക്ക് തിരിച്ചറിയാം. അപ്പം ഇവിടെയാണ് ഈ സിസ്റ്റം ഉപയോഗിച്ച് അതിനെ ഹ്യൂമിലിറ്റി, ടോളറൻസ്, മോഡസ്റ്റിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലിവർ ആണെങ്കിൽ അൺഹാപ്പിനെസ് ആണ് നെഗറ്റീവായി വരുമ്പോൾ. അപ്പോൾ നമ്മുടെ അൺഹാപ്പിനെസ്സിൻ്റെ ഒരു കാരണം നമ്മുടെ ലിവർ ബേസ്ഡ് ആയിട്ടുള്ള മെറിഡിയനിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജ് ആകാം. അവിടെ ഹാപ്പിനെസ് ആൻഡ് ചിയർ ആണ് അതിൻ്റെ പോസിറ്റീവ്. അതുപോലെ ഗോൾ ബ്ലാഡറിന് റേജ്, ഫ്യൂരി ഇത് വരും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഫോർഗീവ്നെസ്, അഡോർഷൻ ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഒരു സ്പ്ലീൻ ആണെങ്കിലോ, സ്പ്ലീൻ മീൻസ് പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട് റിയലിസ്റ്റിക് ആങ്സൈറ്റീസ് അബൌട്ട് ഫ്യൂച്ചർ. എന്താണ് ആങ്സൈറ്റി എന്ന് വെച്ചാൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതിന് പകരം ഇവിടെ ഫെയ്ത്തും കോൺഫിഡൻസുമാണ്, അബൌട്ട് ഫ്യൂച്ചർ ആൻഡ് സെക്യൂരിറ്റിയാണ്. അതുപോലെ കിഡ്നി ബേസ്ഡ് ആണെങ്കിൽ കിഡ്നി ബേസ്ഡ് ഐസ് ആൻഡ് ഇയേഴ്സ് ഇതെല്ലാം അതിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പം സെക്ഷൽ ഇൻഡിസിഷനാണ്. ഇവിടെ അബണ്ടൻസിലേക്ക് വരും, അല്ലെങ്കിൽ അഷുറൻസിലേക്ക് വരും. അതുപോലെ ലാർജ് ഇൻഡസ്ട്രീൻ്റെ പാർട്ടാണെങ്കിൽ ഗിൽട്ടാണ് പ്രധാനമായിട്ട് വരുന്നത്. അവിടെ അത് സെൽഫ് വർത്തായിട്ട് മാറും. അതുപോലെ തന്നെ സർക്കുലേഷൻ്റെ പാർട്ട്, അതുപോലെ തന്നെ ഹാർട്ട്, പ്രധാനമായിട്ട് ആങ്കർ ആണ് വരുന്നത്. ലവ് ആൻഡ് ഫോർഗിവ്നെസ്സിലേക്ക് അത് കൺവേർട്ട് ചെയ്യാം. അതുപോലെ സ്റ്റൊമക് ഓർ സൈനസ്, ആ ഏരിയകൾ കണ്ടൻമെന്റ് ആൻഡ് ട്രാങ്കുലിറ്റിയിലേക്ക് മാറ്റാം. തൈറോയിഡിന്റെ ഭാഗം ഹോപ്പ് ആൻഡ് ലൈറ്റ്നെസ്, ബോയൻസി ഇങ്ങനെയുള്ള ഏരിയകളിലേക്ക് മാറ്റാം. സ്മോൾ ഇൻഡസ്ട്രീൻ്റെ സാഡ്നെസ് ആൻഡ് സോറോസ് ജോയിലേക്ക് മാറ്റാം. ബ്ലാഡർ പീസ് ആൻഡ് ഹാർമണിയിലേക്ക് മാറാം. ഇങ്ങനെ ഏത് മെറിഡിയനിലാണോ ബ്ലോക്ക് സംഭവിക്കുന്നത് അതനുസരിച്ച് നമ്മളുണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷൻസിനെ ആ ബ്ലോക്കേജ് മാറ്റിക്കൊണ്ട് പോസിറ്റീവ് ഇമോഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റും എന്ന ഒരു മെക്കാനിസമാണ് ഈ എനർജി ഹീലിങ്ങിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ഈസ്റ്റേൺ എനർജി ഹീലിംഗ്, ചൈനീസ് ആണെങ്കിലും ഈസ്റ്റേൺ ആ കോൺസെപ്റ്റിലെല്ലാം ശരിക്കും എനർജി ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളായി മാറുമെന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്കത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും. അതിന് പകരം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് മോഡേൺ മെഡിസിനാണ്. മോഡേൺ മെഡിസിൻ എന്താ സംഭവിക്കുന്നത്, ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് കെമിക്കൽ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ഇമോഷണൽ ആകാം, അല്ലെങ്കിൽ ബോഡി ബേസ്ഡ് ഫിസിക്കൽ ആകാം.
അവിടെ നമ്മൾ കെമിക്കൽ ബാലൻസ് ആണ് ഉണ്ടാക്കുന്നത്, കെമിക്കൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കും. ഇവിടെ എനർജി തെറാപ്പിയിൽ നമ്മൾ എനർജി തെറാപ്പിയുടെ സിസ്റ്റത്തിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് എനർജി തടസ്സങ്ങളെ നീക്കിക്കൊണ്ട് ഒരു സന്തുലിതാവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പം ഇതിന് സ്വല്പം സമയമെടുത്തേക്കാം, കുറച്ച് പ്രോസസ് സ്ട്രെയിൻ ഉണ്ട്, പക്ഷെ ഇതിന് പാർശ്വഫലങ്ങളൊന്നുമില്ല എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഹിപ്നോസിസ്, ട്രഡീഷണൽ ഹിപ്നോസിസിലായിരുന്നു തുടക്കം. വളരെ ഈസി ആയിട്ട് ട്രോമയെ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം എന്ന നിലയിലാണ് ട്രഡീഷണൽ ഹിപ്നോസിസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മുന്നോട്ട് പോയി പറഞ്ഞു, അങ്ങനെയുള്ള ഹിപ്നോസിസിൽ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പേഷ്യൻസിനെ ട്രാൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥകളിൽ മറ്റു മാർഗങ്ങൾ തേടി വരുമ്പോഴാണ് TFT, EFT എന്നൊക്കെ പറയുന്ന മെക്കാനിസത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഇപ്പൊ TFT എന്ന് പറയുന്നത് ഒരു ബേസ് ഫോം ആണെങ്കിൽ അതിന്റെ ഒരു ഫിറ്റ് ടു ഓൾ സൊല്യൂഷനാണ് നമ്മുടെ EFTയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന്റെ പ്രോട്ടോകോൾസിനെ എല്ലാം ഒരു ജനറലൈസ് ചെയ്ത് ഏത് തരത്തിലുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോബ്ലത്തിനും ഡിസോർഡറിനും മെന്റലോ ഫിസിക്കലോ ഏതാണെങ്കിലും അല്ലെങ്കിൽ സ്പിരിച്വൽ ആണെങ്കിൽ പോലും അതിനെ ഫിറ്റ് ടു ഓൾ എല്ലാത്തിനും ഒരേ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോട്ടോകോളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് EFTയിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സ് വളരെ ഗുണകരവുമാണ്. നമുക്ക് ഇന്ത്യൻ പൈതൃകത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിന്റെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട ചക്ര എനർജി സിസ്റ്റത്തിലും നമുക്ക് ചക്രാസിന്റെ പ്രവർത്തനങ്ങളൊന്നും കൃത്യം അറിയത്തില്ല. 7 ചക്രാസ് ഉണ്ടെന്ന് അറിയാം, ഓരോ ചക്രയുടെയും പൊസിഷൻ അറിയാം, ഈ ഓരോ പൊസിഷനും ഓരോ മെറിഡിയനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ മെറിഡിയന്റെ പ്രോസസ്സിങ്ങും നമുക്ക് ഈ എനർജി ഹീലിംഗ് തന്നെയാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരേ പാറ്റേണിലാണ് ഇതിന്റെ സിസ്റ്റം വരുന്നതെന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ഇമോഷണൽ സ്ട്രെസ്. ഇതിനൊരു തിയറി ഉണ്ട്, എങ്ങനെയാണ് നമ്മുടെ ഈ EFT ഒരു സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അമിഗ്ഡാല ഹൈജാക്ക് എന്ന പ്രോസസ്സിലേക്ക് പോകുന്നു നമ്മൾ പറഞ്ഞു. ഇമോഷണൽ ഹൈജാക്ക് ആണ്. പുരാതന കാലത്ത് അല്ലെങ്കിൽ ഹണ്ടേഴ്സ്, നമ്മുടെ സിവിലൈസേഷന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സ് ഏജ് എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എപ്പോഴും ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എപ്പോഴും അത്യാവശ്യമായിരുന്നു. കാരണം നമ്മൾ മുമ്പിൽ ഇര തേടി പോകുന്ന സമയത്ത് എന്താണ് അല്ലെങ്കിൽ ഏത് ജീവിയാണ് മുന്നോട്ട് വരുന്നത്, ഏത് ഒരു ക്രൈസിസ് ആണ് നമുക്ക് വരുന്നതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ അവിടെ സർവൈവലിന് വേണ്ടി നമ്മൾ എപ്പോഴും ഒരു അഡ്രിനാലിൻ റഷ് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഡിജിറ്റൽ യുഗം എന്ന് പറയും, അല്ലെ? ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഡസ്ട്രിയൽ ഏജിനൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോഴും നമുക്ക് ഈ അമിഗ്ഡല ഹൈജാക്ക് സംഭവിക്കുന്നുണ്ട്, ഇമോഷണൽ ബ്രേക്കേജ് സംഭവിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? പലപ്പോഴും ഒരു ഇമോഷണൽ തിങ്കിങ് പ്രോസസ്സാണ്. ഒരുപക്ഷെ നമ്മുടെ ആങ്സൈറ്റി ആകാം, ഇല്ലെങ്കിൽ നമ്മുടെ വറീസ് ആകാം, ഡിപ്രഷൻ എന്ന് പറയുന്ന തലത്തിലാകാം. അപ്പൊ ഏതോ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഉണ്ടാകാവുന്ന ചില സ്ട്രോങ് ഇമോഷണൽ പീക്സ്, പ്രധാനമായിട്ടും ആങ്കറിന്റെയോ ഫിയറിന്റെയോ ആങ്സൈറ്റിയോ ഒക്കെ ആയിട്ട് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ തിങ്കിങ് പവർ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന പ്രീഫ്രണ്ടൽ കോർട്ടക്സിനെ അത് ഇമ്പയർ ചെയ്യും, ബലഹീനതയാണ്. അപ്പൊ ഈ ബലഹീനാവസ്ഥ പലപ്പോഴും നമ്മളെ അല്ലാതാക്കി മാറ്റും, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ, മിഡ് ബ്രെയിൻ്റെ റിലേഷൻഷിപ്പ് കണക്ടിവിറ്റിയൊക്കെ തകർത്ത് കളയും. ഒരുപക്ഷെ നമ്മുടെ എല്ലാ സിസ്റ്റത്തെയും ഫെയിലാക്കാൻ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനിയെ തന്നെ ഫെയിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റത്തിൽ ഒരു വേഴ്സ് സിറ്റുവേഷനിലേക്ക് കടന്നു പോകും. അപ്പൊ പലപ്പോഴും നമ്മുടെ ഇമോഷണൽ തിങ്കിങ് പ്രോസസ്സ് തന്നെയാണ് ഇന്ന് നമ്മളെ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷനിലേക്ക് കടന്നു പോകുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു തോട്ടിലൂടെ ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് സിറ്റുവേഷൻ ആവശ്യമാകുന്നു എന്ന് ഒരിക്കലും ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ബ്രെയിൻ എപ്പോഴും മറ്റെന്തെങ്കിലും ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോഴോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സൗണ്ട് കേൾക്കുമ്പോഴോ, ഇല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയെ നമ്മൾ സമീപിക്കുമ്പോഴൊക്കെ നമ്മളിൽ ഉണ്ടാകാവുന്ന ഒരു ഇമോഷൻ ഇതുപോലുള്ള ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് സിറ്റുവേഷൻ. അപ്പൊ ഇവിടെ എപ്പോഴും ഒരു അമിഗ്ഡാല ഹൈജാക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്, ഇമോഷണൽ ഹൈജാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യതയാണ് നമുക്ക് ഓവർകം ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള നമ്മളിൽ തന്നെ ഇൻബോൺ ആയിട്ടൊരു കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ബ്രെയിൻ റീവയറിംഗ്. നമുക്കറിയാം ഓരോ നിമിഷവും നമ്മുടെ ബ്രെയിൻ സെൽസ് റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴുള്ള ആ പാത്വേ മാറി പുതിയൊരു പാത്വേയിലേക്ക് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഈ പ്രായത്തിൽ അല്ലെങ്കിൽ
കോവിഡ് കാലത്തൊക്കെ ശ്രദ്ധിച്ചു നോക്കി അറിയാം, ഒത്തിരി കോഗ്നേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അറിവിന്റെ വലിയ അവയർനെസിന്റെ ഒരു തലം നമുക്ക് കിട്ടി. അപ്പൊ ഈ അവയർനെസ് തലം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എപ്പോഴും ഓരോരോ പുതിയ പാത്വേ ക്രിയേറ്റ് ചെയ്യാൻ. സോ ആ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ഒരു ഇഫക്റ്റ് നമ്മളിലേക്ക് കടന്നു വരാൻ ഈ പ്രോസസ്സിന് സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. സാധാരണ എല്ലാ തെറാപ്പികളും പ്രോസസ്സ് ചെയ്യുന്ന ഒരു റിലാക്സേഷന് ശേഷം. നമ്മൾ എന്ത് പ്രോബ്ലമായിട്ട് വന്നാലും ഒരു റിലാക്സേഷൻ പ്രൊസീജിയറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ EFTയിൽ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലത്തെ മാക്സിമം പീക്ക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. അതിന് കോഗ്നിറ്റീവ് ഒരു സെറ്റപ്പ് ഫ്രൈസിന്റെ സഹായം കൊണ്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്. പലപ്പോഴും ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ സെറ്റപ്പ് ഫ്രൈസ് എപ്പോഴും നെഗറ്റീവ് ആകുന്നത്? ആ നെഗറ്റീവ് ആകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്ക് വരുന്നത്. ഈ വേഴ്സ്റ്റ് സിറ്റുവേഷന്റെ വൈബ്രേഷൻസ് അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകണം, നമ്മുടെ ടോൺ മാറണം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ബോഡി തലങ്ങളിലും ആ ചേഞ്ച് വരുന്ന അവസ്ഥയിലാണ് നമ്മൾ EFTയുടെ ശരിക്കും പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പീക്ക് എക്സിസ്റ്റിംഗ് ഇമോഷന്റെ ലെവലിൽ നിന്നുകൊണ്ട് ആ ട്രോമാറ്റിക് സിറ്റുവേഷനെ നമ്മൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ റീവയറിംഗ് വരും. എന്താണ് റീവയറിംഗിന്റെ പാർട്ട് വരുന്നത്? പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ EFTയുടെ ഫസ്റ്റ് സെറ്റപ്പ് ഫ്രൈസിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മളൊരു ഷുഡ് ലെവൽ, സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസോർഡർ, നമ്മുടെ ആ ഡിസോർഡറിന്റെ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. സാധാരണ നമ്മൾ പറയും 11 പോയിന്റ് ലിക്കറ്റ് സ്കെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് മീനിങ് ഇത്രേ ഉള്ളൂ, 0 മുതൽ 10 വരെയുള്ള 11 പോയിന്റുകളാണ്. 0 ഈസ് ബെയർ മിനിമം, ഏറ്റവും സിമ്പിൾ, ഒരു ഇമോഷനും ഇല്ലാത്ത അവസ്ഥ. 10 എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ഇമോഷൻ പോയിന്റ്. അപ്പൊ ഇങ്ങനെ ഒരു കാലിബ്രേഷൻ നമ്മൾ നടത്തും. അത് വളരെ മൈൻഡ്ഫുൾ ആയിരിക്കും. നല്ലോണം ഒരു ഒബ്സർവിങ് പവർ അതിന് കാണണം. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ അതിനെ കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റപ്പ് ഫ്രൈസിലേക്കും അതിനുശേഷം കരാട്ടെ ചോപ്സിലെ സെറ്റപ്പ് ഫ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള ഇമോഷൻസ് നമ്മൾ കൊടുക്കുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഇഫക്റ്റ് നമ്മൾ സെറ്റപ്പ് ഫ്രൈസിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു വലിയ പ്രശ്നത്തിൽ ഇരുന്നാലും അകപ്പെട്ട, ഈവൻ ദോ ഐ ആം ഇൻ ദിസ് സിറ്റുവേഷൻ, ഞാൻ എന്താണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ എന്നെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ സെന്റൻസിലേക്ക് നമ്മൾ കടന്നു വരിക, അല്ലെങ്കിൽ ന്യൂട്രൽ ലെവലിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അപ്പൊ ഈ രണ്ട് ലെവലും കൂടെ മെർജ് ചെയ്തിട്ടാണ് ഈ സിസ്റ്റം. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി റീവയറിംഗ് സിസ്റ്റം വരും. നമ്മൾ എത്ര പീക്കിലെത്തിയാലും നമ്മളുടെ ടാപ്പിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കരാട്ടെ ചോപ്സിലുള്ള ഒരു സെറ്റപ്പ് ഫ്രേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു ബ്രെയിൻ റീവയറിംഗ് അവിടെ സംഭവിക്കും. സോ നമ്മുടെ ടാപ്പിംഗ് സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹൈ പീക്കിൽ, എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നത് ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷന്റെ മുമ്പിലാണ്. അപ്പൊ അവിടെ നിന്ന് ടാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പുതിയ ബ്രെയിൻ റീവയറിംഗിലൂടെ, ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ പാത്വേയിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ തക്ക രീതിയിൽ നമ്മൾ ആ സിസ്റ്റത്തെ മാറ്റിയെടുക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഒരു ഹാബിച്വൽ പ്രോസസ്സിലേക്ക് നമ്മൾ മാറണം. ഇപ്പം ടാപ്പിംഗ് നമ്മൾ കേട്ടിട്ടുണ്ട്, NLPയിൽ ആങ്കറിംഗ് എന്നൊക്കെ പറയുന്ന മെക്കാനിസംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു പർട്ടിക്കുലർ ഇമോഷനെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബോഡി പാർട്ടിൽ നമുക്ക് ആങ്കർ ചെയ്ത് സ്കിപ്പ് ചെയ്യാം. എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും ആ ആങ്കറിംഗ് സിറ്റുവേഷനിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റും. അല്ലെങ്കിൽ ആ ബോഡി പാർട്ട് ടച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഴയ ആ ആങ്കർ ചെയ്ത ഇമോഷനിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. റിലാക്സേഷൻ ആകാം, എന്താണോ ഫീലിംഗ്. ഇപ്പൊ നമുക്ക് ആണെങ്കിൽ വളരെ ചൂടുള്ള സമയമാണ്, വളരെ തണുത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് കറക്റ്റായിട്ട് ആങ്കർ ചെയ്തിട്ട് ഈ ചൂടിന്റെ സിറ്റുവേഷനെ ആങ്കറിങ് ഉപയോഗിച്ച് തണുത്ത ആ ഒരു എൻവറോൺമെന്റിലേക്ക് നമ്മുടെ ബോഡി സെൻസേഷനെ കൊണ്ടുവരാൻ സാധിക്കുന്ന രീതി നമുക്ക് അവലംബിക്കാം. ഇതുപോലെ നമ്മൾ ടാപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ഹാബിച്വൽ പ്രോസസ് ആയിട്ട് അതിനെ ഫീൽ ചെയ്യണം. അപ്പൊ ബ്രെയിൻ ഒരു ന്യൂ പാത്വേ ക്രിയേറ്റ് ചെയ്ത് ആ പാത്വേയിലൂടെ റിലാക്സേഷനിലേക്ക് നമ്മൾ കടന്നു വരും. ഇതാണ് ഇതിന്റെ ഒരു സയന്റിഫിക് പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ന്യൂറോപ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ റീവയറിംഗ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഈ പറയുന്ന ടാപ്പിംഗ് പ്രോസസ്സിനെ കൃത്യമായിട്ട് ഒരു റിലാക്സ്ഡ് പാത്വേയിലേക്ക് നമ്മൾ കൊണ്ട് എത്തിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് റിലാക്സേഷൻ വരും. പക്ഷെ ഇത് അത്ര എളുപ്പമല്ല, കാരണം ഒരു ഹാബിച്വൽ പ്രോസസ് വേണം. നമുക്കറിയാം, ഒരു ഹാബിറ്റ് എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും ഒരു ക്ലൂ ഉണ്ട്, ഒരു മോട്ടിവേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഹാബിറ്റിന് മിനിമം 30 days എങ്കിലും വേണം. 30 days കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വന്നാൽ മാത്രമേ ഈ പറയുന്ന ടാപ്പിംഗ് പ്രോസസ്സ് ഒരു ഹാബിച്വൽ പ്രോസസ്സ് ഉപയോഗിച്ച്
ഒരു ന്യൂട്രൽ പാത്വേയിലേക്ക് നമ്മുടെ ബ്രെയിനിലൂടെ എത്തിക്കാൻ പറ്റും. അപ്പൊ അത് എപ്പോഴും ഒരു ടിഡിയസ് പ്രോസസ്സാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിലാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ട്രോമാറ്റിക് അല്ലാത്ത സിറ്റുവേഷനിൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഹാബിച്വൽ ടാപ്പിംഗ് പ്രോസസ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഡ്യൂറേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മറ്റൊരു തലം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു പാരാസിമ്പതറ്റിക് നെർവ് സിസ്റ്റം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ കാമനസിലേക്ക് നയിക്കുന്ന ഒരു പാരാസിമ്പതറ്റിക് നെർവ് സിസ്റ്റം നമുക്കുണ്ട്. ആ നെർവ് സിസ്റ്റത്തെ EFT ടാപ്പിങ്ങിലൂടെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മളെ കാമനസിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ തീർച്ചയായിട്ടും ഈ പ്രോസസ്സ് പറ്റും. കാരണം അവിടെ നമ്മൾ ടാപ്പിംഗ് ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ്. ടാപ്പ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള എനർജി ചേഞ്ച് നമ്മുടെ ബോഡിയിൽ ഫീൽ ചെയ്യും, ബ്ലോക്കൊക്കെ റിലീസ് ചെയ്യും. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ പീക്ക് ലെവലിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ഒരു റിലാക്സേഷൻ ലെവലിലേക്ക് വരാം. പക്ഷെ ഇവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയ ഒരു ഹാബിച്വൽ പ്രോസസ്സ് ആവശ്യമാണ്. വളരെ കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്യണമുണ്ട്. ഏകദേശം 1 hour അല്ലെങ്കിൽ 30 minutes to 90 minutes വരെയുള്ള ഒരു സമയം ആവശ്യമാണ്. പിന്നെ ഇതിൻ്റെ അതൊരു പ്രോസസ്സും കൂടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കണം EFT ആദ്യം പരിഗണിക്കേണ്ടത്. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒരു പ്രശ്നമൊന്നുമല്ല, നമ്മളതിൽ പല പല പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ഏത് പ്രശ്നമാണ് നമ്മളെ കൂടുതൽ അലട്ടുന്നതെന്ന് അവിടെയാണ് SUD ലെവലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഏത് പ്രോബ്ലത്തിനാണ് SUD ലെവൽ ഹയർ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ. അപ്പൊ അതിൽ ഒന്നിലധികം പ്രശ്നമുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തെ കൃത്യമായിട്ട് നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു മൈൻഡ്ഫുൾ അപ്രോച്ച് ഇതിന് ആവശ്യമുണ്ട്, ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു തലം ഇതിനകത്ത് ആവശ്യമുണ്ട്, നല്ലൊരു ഒബ്സർവേഷൻ സ്കിൽ ആവശ്യമുണ്ട്. അത് ഉപയോഗിച്ച് യഥാർത്ഥത്തിലുള്ള പ്രശ്നം, ഏറ്റവും പീക്കായിട്ട് നിൽക്കുന്ന ആ പ്രശ്നത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണം ചെയ്യാൻ. അതിന് തന്നെ പല ലേയേഴ്സ് കാണും. ഇപ്പം നമ്മൾ വാട്ടറുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ തലങ്ങളാണെങ്കിൽ പല പല ലേയേഴ്സിൽ പല രീതിയിലായിരിക്കും പ്രോസസ്സ്. ഇനി ശരീരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബോഡിയിലുള്ള ഒരു ഭാഗത്തുള്ള എയിൽമെന്റ് അവിടെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത പോയിന്റിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം പല ലെയർ ബൈ ലെയർ ആയിട്ടുള്ള പോയിന്റുകളിൽ പല പ്രാവശ്യം ടാപ്പ് ചെയ്യണം. അവിടെ എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SUD ലെവൽ തന്നെയാണ്. നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യുന്ന ആ പ്രശ്നത്തിന്റെ SUD ലെവൽ ഏറ്റവും നോർമൽ ലെവലിലേക്ക് ക്യാം ആകുന്നത് വരെ അല്ലെങ്കിൽ സെറ്റിൽ ആകുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യാൻ നിർബന്ധിതനാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ അല്ലാത്ത ഒരു പ്രോസസ്സിന് ഒരിക്കലും ഒരു EFTയിലൂടെ ഒരു ബെനിഫിറ്റ് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. അത് തന്നെയല്ല, നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകത ഉണ്ട്. 2 വിപരീത ഇമോഷൻസ് ഒരേ സമയത്തൊന്നും ബ്രെയിൻ എടുക്കത്തില്ല. ഒരേ സമയത്ത് കരയുകയും ചിരിക്കുകയും ചെയ്യാന്നുള്ള എളുപ്പമല്ല കാര്യം. അത് നമ്മൾ കരയും, പിന്നെ ഇനി വേണം നമുക്ക് ചിരിക്കാം. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം കൂടെ നമ്മുടെ ബ്രെയിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും വൈകാരിക തീവ്രതയുള്ള വികാരത്തിലേക്കായിരിക്കും ബ്രെയിനിന്റെ കൺട്രോൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം. എന്നുവെച്ചാൽ നമ്മൾക്ക് ഒരു സ്പെഷ്യൽ എന്താ പറയുക സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് അതിനെ എടുക്കണം എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്റ്റഡി 2018 നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാം. EFTയെ കുറിച്ച് വളരെ ഗഹനമായ ഒരു സ്റ്റഡിയാണത്. പ്രത്യേകിച്ച് ഗൈഡ് ലൈൻസ് ആണ്. ക്ലിനിക്കൽ EFTയുടെ ഗൈഡ് ലൈൻസിനെ കുറിച്ച് ഡോസൺ ചർച്ച് ആൻഡ് പെറ്റാ സ്റ്റാപ്ലസൺ എന്ന് പറയുന്ന 2 വ്യക്തികൾ, ഇതിൽ കുറെ അധികം ആളുകളുടെ 2018 സ്റ്റഡി നടത്തി. 100-ലധികം ക്ലയന്റുകളിൽ EFTയുടെ അസസ്മെന്റ് ചെയ്തു. അതിൽ നിന്ന് പ്രത്യേകിച്ച് വാർ വെറ്ററൻസ്, അതുപോലെ വിക്ടിംസ് ഓഫ് സെക്ഷൽ വയലൻസ്, പ്രിസണേഴ്സ്, പേഷ്യൻസ്, ഇങ്ങനെയുള്ളവരിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ സൈക്കോ ഫാർമക്കോളജി, നമ്മൾ സാധാരണ സെറട്ടോണിൻ റീഅപ്ടേക്ക് കൊടുക്കാറുണ്ട്, SSRI എന്ന് പറയുന്ന ആ രീതിയിൽ വെച്ചാൽ മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട്. അതേപോലെ കൺവെൻഷണൽ സൈക്കോതെറാപ്പിയും CBT പോലുള്ള സൈക്കോതെറാപ്പിയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ 2 തരത്തിലുള്ള സിസ്റ്റത്തെക്കാളും വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണ് EFTയിലൂടെ ലഭിക്കുന്നതെന്ന് ആ സ്റ്റഡി പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ്, നെറ്റിൽ അവൈലബിൾ ആണ്. ഗൈഡ് ലൈൻസ്, EFTയുടെ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റഡി വളരെ കൃത്യമായ ചില വ്യൂ പോയിന്റുകൾ EFTയെ കുറിച്ച് പറയുന്നു. പക്ഷെ അവിടെയും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 1 hour കണ്ടിന്യൂസ് ടാപ്പിംഗ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 1 മണിക്കൂർ, അതുപോലെ 4 മുതൽ 8 വരെയുള്ള 4 മുതൽ 10 വരെയുള്ള സെഷൻസ് അതിനാവശ്യം. സെഷൻസിലൂടെ ഈ പ്രോസസ്സ് നമുക്ക് ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും.
അതുപോലെ ക്ലിനിക്കൽ EFTയിൽ 2 പ്രോസസ്സും കൂടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഇവിടെ ഒരു എക്സ്പ്ലോഷർ തെറാപ്പിയുടെ ഒരു പാർട്ടും അവരൊരു കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് കൂടെ സംഭവിക്കും. നമ്മൾ സാധാരണ ക്ലിനിക്കൽ EFT എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ പാർട്ട് ഒരു എക്സ്പ്ലോഷർ തെറാപ്പിയാണ്. നമ്മളിവിടെ ഒരു കോഗ്നിറ്റീവ് കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു കോഗ്നിറ്റീവ് സിസ്റ്റം സ്റ്റൈൽ ഉപയോഗിച്ച് സാധാരണ നമ്മളിലുള്ള ട്രോമാറ്റിക് ഇവന്റിനെ ഏറ്റവും പീക്കാക്കി നിർത്തുന്നു എന്ന് ആദ്യം പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ യഥാർത്ഥത്തിലുള്ള ട്രോമയെ കൃത്യമായിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലോസ് ചെയ്ത് കാണിക്കുന്ന ഒരു എക്സ്പ്ലോഷർ തെറാപ്പിയുടെ പാർട്ട് അവിടെയുണ്ട്. ആ ട്രോമാറ്റൈസ് ഇവന്റിനെ കൃത്യമായിട്ട് എക്സ്പ്ലോസ് ചെയ്യും. അതിന് ഒരു 10 to 20 seconds ഡ്യൂറേഷനിലേക്ക് ആ എക്സ്പ്ലോഷനെ കൃത്യമാക്കുക. കാരണം നമുക്ക് വളരെ ദീർഘമായ ചില ട്രോമാറ്റിക് സിറ്റുവേഷൻസ് ആകാം. പക്ഷെ അതിനെ കൺസൈസ് ചെയ്ത് 10 to 20 secondsലേക്ക് ഒരു മൂവി പോലെയോ ഒരു ഡ്രാമ പോലെയോ ഒക്കെ നമുക്ക് കൊണ്ടുവന്ന് മാക്സിമം പീക്ക് ഇമോഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രോസസ് ഉണ്ട്. അത് നമ്മൾ എക്സ്പ്ലോഷർ തെറാപ്പിയുടെ പാർട്ടായിട്ട് നമ്മൾ പറയും. അതേപോലെ തന്നെ അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അപ്പോഴുണ്ടാകുന്ന ഒരു മെമ്മറി. നമുക്കറിയാം പിക്ചറൈസ്ഡ് ആകാം, അല്ലെങ്കിൽ ഓഡിയോ ബേസ്ഡ് ആകാം. എന്നാലും നമുക്ക് കിട്ടുന്ന ആ ഇവന്റിന്റെ മെമ്മറിയെ ഒരു ന്യൂട്രൽ സ്റ്റേറ്റ്, ഒരു ഇമോഷണൽ ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പെയർ ചെയ്യണം, കമ്പൈൻ ചെയ്യണം. ദിസ് കോൾഡ് കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ്. നമ്മൾ ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ, സെറ്റപ്പ് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മൾ ആദ്യം പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള പോർഷനാണ്. നെഗറ്റീവ് പോർഷൻ എന്താണ് പറയുന്നത്? നമ്മൾ പറയുന്നത് ഈ ഇവന്റോ എനിക്ക് ഇങ്ങനെ മാരകമായ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത ഒരു ഇവന്റ് ഉണ്ടെങ്കിലും ആ പാർട്ടാണ് എക്സ്പ്ലോഷറിന്റെ പാർട്ട്. കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യാണ്. ഒരുപക്ഷെ ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഈ ഇമോഷൻസ് എല്ലാം ഉണ്ടാകാം, ബോഡി സെൻസേഷൻസ് ഉണ്ടാകാം, ഫീലിങ്സ് ഉണ്ടാകാം, ഇതെല്ലാം ഉണ്ടാകാം. അപ്പോൾ കറക്റ്റ് ഒരു എക്സ്പ്ലോഷർ പാർട്ട് അവിടെ വരുന്നുണ്ട്. അതോടൊപ്പം അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്, ഈവൻ ദോ ആ പ്രോബ്ലം പറഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് സ്റ്റിൽ ഐ ആം അക്സെപ്റ്റിംഗ് മൈസെൽഫ് ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി. പൂർണ്ണമായിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്യും. ഞാൻ എന്നെ പൂർണ്ണമായിട്ടും ആ അവസ്ഥയിൽ അംഗീകരിക്കുന്നു. ഇതൊരു ഇമോഷണൽ ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മുടെ മെമ്മറി, ഇപ്പോഴുള്ള ആ നെഗറ്റീവായിട്ടുള്ള മെമ്മറിയെ ഒരു കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്ങിലൂടെ, ഇമോഷണൽ ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റിലൂടെ ഞാൻ ഈ പ്രശ്നത്തെ ഞാനിപ്പോൾ അംഗീകരിക്കുകയാണ്. എനിക്ക് എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഓക്കെ, സ്റ്റിൽ ഐ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് മൈസെൽഫ് ആൻഡ് കംപ്ലീറ്റ്ലി ലവ് മൈസെൽഫ്. ഈ ഒരു അവസ്ഥയിൽ ഒരു ഇമോഷണൽ ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റിനെ പെയർ ചെയ്ത് ഒരു കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ്, നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന കോഗ്നിറ്റീവ് ആദ്യത്തെ നെഗറ്റീവ് തലത്തെ ഇപ്പോഴുള്ള ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റിലൂടെ, ഇതൊരു സെൽഫാണ്. കാരണം ഞാൻ എന്നെയാണ് പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. എന്നെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുമ്പോൾ നാച്ചുറലായിട്ടും ഒരു പൂർണ്ണമായ ഒരു കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ്, നമ്മുടെ ചിന്തകൾക്കൊരു മാറ്റം അവിടെ ഉണ്ട്. അതിനുശേഷം നമ്മൾ 8 പോയിന്റ് അല്ലെങ്കിൽ 8 പോയിന്റിൽ കൂടുതലുള്ള ഒരു അക്യൂപ്രഷർ ടാപ്പിംഗ് പ്രോസസ് ചെയ്യും. അപ്പോൾ 3 പ്രോസസ്സ് നമ്മളവിടെ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒരു എക്സ്പ്ലോഷർ തെറാപ്പിയുടെ പാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ കൃത്യമായിട്ട് ട്രോമാറ്റൈസിങ് ഇവന്റിനെ മാക്സിമൈസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്ലോഷറിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം ഒരു ഇമോഷണൽ ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റിന്റെ സഹായത്തോടു കൂടി ഞാൻ എന്ന വ്യക്തി ഇത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു, പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു എന്നുള്ള തലത്തിൽ നിന്നൊരു കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് കൂടെ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ടാപ്പിംഗ് സീക്വൻസിലേക്ക് കടന്നു പോകുമ്പോൾ EFTയുടെ പാർട്ട് നമുക്ക് കൃത്യമായിട്ട് ഗുണകരമായി മാറുന്നു എന്ന് വേണം ചിന്തിക്കാൻ. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ടൈമിംഗ് ആണ്. ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ ഈ സ്റ്റഡി, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ക്ലിനിക്കൽ EFTയുടെ ഗൈഡ് ലൈൻസിന്റെ ആ സ്റ്റഡി ഒത്തിരിയും പോസിറ്റീവായിട്ട് റിസൾട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ബയോളജിക്കൽ മാർക്കേഴ്സിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് റെഗുലേഷൻസ് ഇൻ ജീനുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതുപോലെ ലേണിംഗ് ആൻഡ് മെമ്മറി, അതുപോലെ റീജനറേഷൻ ഓഫ് ന്യൂട്രൽ വൈറ്റ് മാറ്റർ. നമുക്കറിയാം ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് അല്ലെങ്കിൽ ബ്രെയിനിന്റെ തലങ്ങളിലുള്ള ഗ്രേ മാറ്ററിലേക്ക് പോകുന്തോറും നമുക്ക് ഡിസോർഡേഴ്സ് കൂടി വരും. അപ്പൊ അത് വൈറ്റ് മാറ്റർ, ഒരു റീജനറേഷൻ ഓഫ് ന്യൂട്രൽ വൈറ്റ് മാറ്ററിലേക്ക് നമ്മൾ എത്തുന്നു. അതുപോലെ തന്നെ സിനാപ്റ്റിക് കണക്ടിവിറ്റി, നമ്മുടെ ന്യൂറോൺസിനെ കണക്ട് ചെയ്യുന്ന സിനാപ്റ്റിക് കണക്ടിവിറ്റി വളരെ കൃത്യമായിട്ട് കൂടുന്നു. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വളരെ വളരെ കൂടുതലായി, ഇമ്മ്യൂണിറ്റിയുടെ ലെവൽ എബോവ് 100 ലെവൽ 100% കൂടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഇൻസുലിൻ റെഗുലേഷൻ, പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ള വ്യക്തികൾക്ക് ഇൻസുലിൻ റെഗുലേഷൻ. അതുപോലെ DNA ഡാമേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂറോണലായിട്ടുള്ള സർവൈവൽ ചാൻസുകൾ വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒത്തിരി നമ്മൾ സാധാരണ ലൈഫിൽ കാണുന്ന അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ട് നമുക്ക്
വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളിലും വളരെ കൃത്യമായി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയുടെ തലത്തിൽ നല്ലൊരു ചേഞ്ച് ഉണ്ട്. ഹാപ്പിനെസ്, റിലാക്സേഷൻ, വെൽബീയിങ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി ഒക്കെ 100% ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് ഈ സ്റ്റഡി റിപ്പോർട്ട് നൽകുന്നു. അതുപോലെ ഹാപ്പിനെസ്, കാംനെസ്, റിലാക്സേഷൻ, വെൽബീയിങ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക്. ഇവിടെയാണ് സ്പിരിച്വൽ EFTയുടെ പ്രത്യേകത. നമുക്ക് പ്രത്യേകിച്ച് എലിമെന്റ് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ EFTയുടെ തലത്തിൽ നിന്നാൽ എവിടെയെങ്കിലുമൊക്കെ അൺനെസസറി ആയിട്ടുള്ള ചെറിയ ബ്ലോക്കുകൾ എനർജി തലത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഓവർകം ചെയ്ത് അതിനേക്കാളധികം ഒരു കോഗ്നിറ്റീവ് തലത്തിൽ നമ്മളെ പൂർണ്ണമായിട്ടും ഉള്ള അവസ്ഥയിൽ അംഗീകരിച്ച് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടത് എല്ലാ കരുതലും നമുക്ക് അതിനകത്ത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു സ്റ്റഡി തന്നെ പറയുന്നു കോർട്ടിസോളിന്റെ ലെവൽ, അഡ്രിനാലിൻ റഷ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, സർവൈവലിന് വേണ്ടി നമ്മൾ അറിയാതെ നമ്മുടെ ബോഡി ചെയ്യുന്ന ഒരു പ്രിവെന്റീവ് മെക്കാനിസം. നമ്മൾ ദേഷ്യം വരുമ്പോഴും നമുക്ക് അങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോൾ അറിയാതെ തന്നെ ഒരു കോർട്ടിസോളിന്റെ ഒരു ഫ്ലോ അല്ലെങ്കിൽ അഡ്രിനാലിൻ റഷ് ഉണ്ടാകാറുണ്ട്. ഇത് ഒരു കൺസിഡറബിൾ ആയിട്ട് ഒരു 1 hour ടാപ്പിങ്ങിലൂടെ ഉണ്ടാകാവുന്ന റിസൾട്ട് എന്നാണ് ആ സ്റ്റഡി പ്രത്യേകം പറയുന്നത്. അപ്പോൾ ടാപ്പിംഗ് ഡ്യൂറേഷൻ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ പെയിൻ, നമ്മുടെ ശാരീരികമായിട്ടുള്ള പെയിൻ, മെന്റൽ പെയിനോ അല്ലെങ്കിൽ ഫിസിക്കൽ പെയിനോ, അതുപോലെ ആങ്സൈറ്റിയുടെ തലങ്ങൾ, ഡിപ്രഷന്റെ തലങ്ങൾ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ PTSDയുടെ സിംറ്റംസ്, അതുപോലെ നമ്മുടെ ബോഡി ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഫുഡ് ക്രേവിംഗ് ഒക്കെ സ്വല്പം കൂടെ സമയമെടുക്കുന്നതായി പറയുന്നത് 8 ആഴ്ചയിലുള്ള പ്രോസസ്സുകൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് അതിന് ആവശ്യമാണ്. ഫുഡ് ക്രേവിംഗ് അല്ലെങ്കിൽ ഒബ്സഷൻസ് ഒക്കെ മാറ്റാൻ വേണ്ടി എന്നൊക്കെ ആ സ്റ്റഡികൾ കൃത്യമായിട്ട് പറയുന്നു. അപ്പം നോർമലി ഒരു PTSD സിംറ്റംസിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഡിസോർഡേഴ്സിനെയൊക്കെ വളരെ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യാൻ നമ്മൾ പ്രിസണേഴ്സിന്, അതുപോലെ വാർ വിക്ടിംസിൻ്റെ ഒക്കെ പ്രത്യേക അവസ്ഥകളിൽ നിന്നൊക്കെ ഒരു നല്ല ചേഞ്ച് കൊണ്ടുവരാൻ ഈ EFTയുടെ സിസ്റ്റത്തിലൂടെ പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ് ഇവിടെ പറയുന്നത്. എക്സ്പ്ലോഷർ ടു മെമ്മറീസ്, ഇമോഷൻസ് ഓർ ബോഡി സെൻസേഷൻ. അപ്പോൾ നമ്മളിലുള്ള ആ ട്രോമാറ്റിക് സിറ്റുവേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അതിന് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. ഞാൻ പറഞ്ഞു 10 to 20 സെക്കൻഡ്സിന്റെ ആ ഡ്യൂറേഷനിലേക്ക് ഒരു ഹിപ്നോട്രാമയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൂവി പോലെയോ അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. then ആ സമയത്തുണ്ടാകുന്ന ഷുഡ് ലെവൽ, ദാറ്റ് മീൻസ് സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസോർഡർ, ആ പ്രോബ്ലം നമ്മളെ എത്രമാത്രം ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കാലിബ്രേഷൻ നമ്മൾ കൊടുക്കുക. ദെൻ മൈൻഡ്ഫുള്ളി ആൻഡ് കമ്പാഷനേറ്റ് കോഗ്നിറ്റീവ് റീഫ്രെയിമിങ് ചെയ്യും. ആ അവസ്ഥയിലും ഞാൻ എന്നെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. പലപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചു നോക്കി അറിയാം, ഒരു മൈൻഡ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പാഷനേറ്റ് തലത്തിൽ ഇപ്പോഴുള്ള ഈ പ്രശ്നം എനിക്ക് സ്വയം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാകും. എനിക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞു പോകുന്ന രീതിയിൽ ആ സിറ്റുവേഷൻ, ആ ട്രോമയുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് എനിക്കത് അല്ലെങ്കിൽ ഒരു വ്യക്തി എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കുണ്ടായ ഈ ഒരു നെഗറ്റീവ് ഇഫക്റ്റിനെ എനിക്ക് അല്ലെങ്കിൽ സിറ്റുവേഷനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, അവിടെയാണ് ഒരു മൈൻഡ്ഫുൾ ആൻഡ് കമ്പാഷനേറ്റ് ഒരു റീഫ്രെയിമിങ്ങിന്റെ ആവശ്യം. അപ്പോൾ നമ്മളത് തീർച്ചയായിട്ടും മൈൻഡ്ഫുള്ളി നല്ല ഒബ്സർവേഷൻ സ്കില്ലോട് കൂടി തന്നെ വേണം ആ റീഫ്രെയിമിലേക്ക് പോകാൻ. മനസ്സ് ഹൃദയപൂർവ്വം നമ്മൾ അങ്ങനെ ഒരു റീഫ്രെയിമിലേക്ക് കടന്നു പോകണം. ചുമ്മാ പോകാണ്ട് പറയില്ല, അത് ഹൃദയം ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ആ മെന്റൽ സിറ്റുവേഷൻ ഏറ്റെടുക്കണം. അതുപോലെ ദെൻ ബോഡി പോയിന്റ് ടാപ്പിംഗ്, നമുക്ക് 8 അതിലധികമോ പോയിന്റ്സ്, ടാപ്പിംഗ് പോയിന്റ്സിൽ കൃത്യമായി ടാപ്പ് ചെയ്യുക. ദെൻ റിപ്പീറ്റ് ദ പ്രാക്ടീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഷുഡ് ലെവൽ. അപ്പോൾ ഇവിടെയും നമ്മുടെ ഷുഡ് ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസോർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു 11 ലിക്കറ്റ്സിൽ സ്കെയിലാണ് നമ്മൾ ചെയ്യുന്നത്. 0 മുതൽ 10 വരെയുള്ള സ്കെയിൽ കൊടുക്കും. 11 പോയിന്റ് ഉണ്ട് അതിനകത്ത്. 0 ഏറ്റവും ലോവർ ആണ്, 11ാമത്തെ പോയിന്റ് ഏറ്റവും ഹയർ, 10ാമത്തെ പോയിന്റ് ഏറ്റവും ഹയർ ആണ്. ഇവിടെ നമ്മൾ ആദ്യത്തെ ആ ഇന്റൻസിറ്റി, ട്രോമാറ്റിക് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ഒരു 8 7 അല്ലെങ്കിൽ 9 10 ഒക്കെ ആണെങ്കിൽ അത് എങ്ങനെയാണ് ഏറ്റവും ലോവർ ലെവലിലേക്ക് 0യിലേക്കോ 1ലേക്കോ എത്തുന്നത്, ആ സമയം വരെ ഈ പ്രോസസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ
കണ്ണിന്റെ മൂവ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗിമറ്റ് പോയിന്റ്സ് പ്രോഗ്രാം പ്രൊസീജിയർ എന്ന് പറഞ്ഞ ഒരു 9 ഗിമറ്റ് പോയിന്റ് പ്രൊസീജിയറും കൂടെ ഇതിന്റെ കൂടെ നമ്മൾ പറയാറുണ്ട്. ഇതും ചെയ്യാറുണ്ട് കണ്ണിന്റെ മൂവ്മെന്റ്സിനെ ബേസ് ചെയ്ത്. ഗിമറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെ ഇവിടെയായിട്ടൊരു പോയിന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊരു പോയിന്റ് ആണ്. ടാപ്പ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് നമ്മൾ ടാപ്പ് ചെയ്യാറുണ്ട്. കരാട്ടെ ചോപ്പോയിന്റ്സ് ടാപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ചെറുവിരലിന്റെ സൈഡ് ടാപ്പ് ചെയ്യും. മോതിരവിരലിൽ നമ്മൾ സാധാരണ ടാപ്പ് ചെയ്യാറില്ല, അവിടെ മെറിഡിയൻ പോയിന്റ്സ് ഉള്ളതായിട്ട് പറയുന്നില്ല. പിന്നെ മിഡിൽ ഫിംഗർ, ഫോർ ഫിംഗർ, അതുപോലെ തന്നെ തമ്പ്. അപ്പൊ ഇതിൽ ഗിമിറ്റ് പോയിന്റ്സിൽ നമ്മുടെ കണ്ണിന്റെ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയറും കൂടെ സാധാരണ EFT ഉപയോഗിക്കാറുണ്ട്. കണ്ണ് എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയർ വളരെ ഇഫക്റ്റീവ് ആണെന്ന് നമ്മൾ EMDR എന്ന് പറയുന്ന പ്രോസസ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. കണ്ണിന്റെ മൂവ്മെന്റ് നമ്മുടെ ബ്രെയിനിന്റെ മെമ്മറിയായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണിന്റെ മൂവ്മെന്റ്സിൽ ടാപ്പിംഗ് ചെയ്യും. ഗിമിറ്റ് പോയിന്റിൽ ടാപ്പ് ചെയ്ത് കണ്ണിന്റെ മൂവ്മെന്റ്സ് നമുക്ക് ചെയ്യാം. ഗിമിറ്റ് പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. ചെറുവിരലിന്റെയും മുതലവിരലിന്റെയും ഇടയിലുള്ള ആ ചെറിയ പോയിന്റ്, ആ പോയിന്റിൽ ഈ പോയിന്റാണ് 9 ഗിമറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റാണ്. അപ്പൊ ഈ പോയിന്റിൽ കൃത്യമായിട്ട് നമ്മൾ അത് പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ ഈ സീക്വൻസ് ചെയ്യുക. ആദ്യം കണ്ണ് ക്ലോസ് ചെയ്തുകൊണ്ട് ടാപ്പ് ചെയ്യാം, കുറച്ച് സമയം ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഐ ഓപ്പൺ ചെയ്ത് ടാപ്പ് ചെയ്യുക. പിന്നെ ഐ ഡൗൺ റൈറ്റ് കോർണറിലേക്ക് നോക്കിക്കൊണ്ട്, അതുപോലെ ഡൗൺ ലെഫ്റ്റ്, അതുപോലെ തന്നെ റോൾ ചെയ്യുക. അത് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. കണ്ണിന് അത്രയും മൂവ്മെന്റ്സ് അല്ല. കണ്ണ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം, റൈറ്റിലേക്ക് മൂവ് ചെയ്യാം, അതുപോലെ തന്നെ മുകളിലേക്ക് മൂവ് ചെയ്യാം, താഴോട്ട് മൂവ് ചെയ്യാം. കോർണർ വൈസിൽ 4 കോർണറിലേക്ക് മൂവ് ചെയ്യാം. പിന്നെ കണ്ണ് റൊട്ടേറ്റ് ചെയ്യാം, ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം, ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. കൈയുടെ മൂവ്മെന്റ്സ് വെച്ച് ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് കണ്ണ് അങ്ങോട്ട് നോക്കി കണ്ണിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ ഒത്തിരിയും ഐ മൂവ്മെന്റ്സ് വളരെ എഫക്റ്റീവ് ആണ്. പ്രത്യേകിച്ച് ആന്റി ഏജിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, കണ്ണിന്റെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പൊ ഇങ്ങനെയുള്ള 9 ഗിമിറ്റ് പോയിന്റ്സിന്റെ പ്രൊസീജിയറും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കറക്റ്റ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക, ഐ ക്ലോസ് ചെയ്തിട്ട് ടാപ്പ് ചെയ്യുക, ഐ ഓപ്പൺ ചെയ്ത് ടാപ്പ് ചെയ്യുക, ദെൻ ഐ ഡൗൺ റൈറ്റ്, ദെൻ ഐ ഡൗൺ ലെഫ്റ്റ്, ഐ റോൾ ഇൻ സർക്കിൾ ക്ലോക്ക് വൈസ് ഓർ ദെൻ ആന്റി ക്ലോക്ക് വൈസ്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഹമ്മിങ്, നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു ഹമ്മിങ് നമുക്ക് അതിനകത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ വീണ്ടും ഒരു 1 മുതൽ 5 വരെ റാപ്പിഡ് ആയിട്ടൊന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4 5. അതുപോലെ തന്നെ വീണ്ടും ഒരു ഹമ്മിങ് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സും സാധാരണ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മളുടെ നോർമൽ ടാപ്പിംഗ് സീക്വൻസ്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ടാപ്പിംഗ് സീക്വൻസ് എന്ന് പറയുന്നത് നമ്മുടെ കരാട്ടെ ചോപ്സിലാണ്. കരാട്ടെ ചോപ്സിൽ നമ്മൾ ടാപ്പ് ചെയ്യാം. നമ്മളുടെ സെറ്റപ്പ് ഫ്രൈസ് പറയുന്ന അത്രയും സമയം നമുക്ക് ടാപ്പ് ചെയ്യാം. ഏകദേശം ഒരു 12 ടൈംസ് നമുക്ക് ടാപ്പ് ചെയ്യാം. സെറ്റപ്പ് ഫ്രൈസ് കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ട് ടാപ്പ് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റിയുടെ നെറുകന്തലയുടെ ഭാഗമാണ് ഉച്ചി എന്ന് പറയും. ദെൻ അതിനുശേഷം പിന്നെ ഐബ്രോ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, ദെൻ കണ്ണിന്റെ സൈഡില്, ദെൻ കണ്ണിന്റെ താഴെ, ദെൻ മൂക്കിന്റെ താഴെ, ലിപ്പിന്റെ താഴെ, പിന്നെ നമ്മൾ കോളർ ബോൺസിന്റെ ഹൈ പോയിന്റ്സിന്റെ തൊട്ട് താഴെയായിട്ട്, പിന്നെ അണ്ടർ ആംസിൽ. ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വീണ്ടും കൈയുടെ വിരലിന്റെ ഓരോ പോയിന്റുകളും, ചെറുവിരലിന്റെയും മിഡിൽ ഫിംഗറിന്റെയും പോയിന്റ്സുകളും നമ്മൾ ടാപ്പ് ചെയ്യാറുണ്ട്. ഇതിലാണ് പ്രധാനമായിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ സീക്വൻസ് നമുക്ക് ഒരു പ്രോസസ്സ് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ ടാപ്പ് ചെയ്യുന്ന സീക്വൻസ് ഇങ്ങനെയാണ്. ടാപ്പിംഗ് സീക്വൻസ് നമ്മളുടെ സെറ്റപ്പ് ഫ്രൈസ് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിന്റെ റിമൈൻഡർ ഫ്രൈസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉള്ള ആ ഫ്രൈസിന്റെ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ട് 1 വേർഡോ അല്ലെങ്കിൽ ഒരു വേർഡായിട്ടോ അല്ലെങ്കിൽ 2 വേർഡ്സിലോ ഉള്ള ഒരു പോർഷൻ ആയിരിക്കും റിമൈൻഡർ ഫ്രൈസ്. കാരണം റിമൈൻഡർ ഫ്രൈസ് പറയാൻ നമുക്ക് ഒത്തിരി സ്ട്രെയിൻ ഇല്ല. ദെൻ പിന്നെ പ്രോസസ് ടാപ്പ് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ ഇന്ന് ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട്, ആങ്സൈറ്റി എല്ലാവർക്കും ഉള്ളതാണ്, സിവിയർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ട്രോമാറ്റിക് സിറ്റുവേഷനിൽ സിവിയർ ആങ്സൈറ്റി ആണ്. ഇവിടെ നമ്മൾ ജനറൽ ഒരു ആങ്സൈറ്റി, എന്തെങ്കിലും നമ്മുടെ മുമ്പിലുള്ള ഒരു വിഷയം, ഒരു ജോലിയുടെ വിഷയമാകാം, അല്ലെങ്കിൽ നമ്മൾ നാളെ ചെയ്യേണ്ട
ഒരു കാര്യത്തെക്കുറിച്ചുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, എന്താണേലും. കാരണം നാളെ ആയിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആകും. പക്ഷെ നാളെ ആകുന്നത് വരെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സിസ്റ്റം നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു മാനസികമായ സ്റ്റെബിലിറ്റി നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു സെറ്റ് ഓഫ് ഫ്രൈസ് നമ്മൾ പ്ലാൻ ചെയ്യും. ഈവൻ ദോ ഐ ആം ഹാവിങ് ആങ്സൈറ്റി ഓൺ ദിസ് ഇഷ്യൂ. ആ ഇഷ്യൂ ഏതാണെന്ന് നമ്മൾ സ്വയമായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആണെന്നായിരിക്കും. എനിക്ക് ഒരു സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് കടുത്ത ആങ്സൈറ്റി ഉണ്ടെങ്കിലും ഞാൻ എന്നെ കൂടുതൽ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. എനിക്കൊരു സാമ്പത്തിക, അല്ലെങ്കിൽ നാളത്തെ ഒരു സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് എനിക്ക് കടുത്ത ഒരു ആങ്സൈറ്റി ഉണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ചെയ്യും. ഇനി നമ്മൾ സെറ്റ് ഓഫ് ഫ്രൈസ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പിന്നെ പോകുന്നത് റിമൈൻഡർ ഫേസിൽ നമുക്ക് കൃത്യമായിട്ടും സാമ്പത്തിക വിഷയമെന്ന് മാത്രം പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ആങ്സൈറ്റിയുടെ കാരണം സാമ്പത്തിക വിഷയം എന്ന് പറഞ്ഞാൽ മതി. ആ ഒരു പോയിന്റ് മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി പോയിന്റ് നമുക്ക് ടാപ്പ് ചെയ്യാം. അപ്പം ഇങ്ങനെ വേണം നമ്മൾ ടാപ്പിംഗ് സീക്വൻസ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മൾ ടാപ്പ് ചെയ്യുന്നത് കരാട്ടെ ചോപ്സിലാണ്. നമുക്കൊന്ന് ചെയ്യാം. എല്ലാവരും ആ ഫ്രേസ് ഒന്ന് മനസ്സിൽ ഓർത്തോളുക. മാക്സിമം ആ സെയിം റിപ്പീറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. നാളത്തെ ദിവസത്തെക്കുറിച്ച് സാമ്പത്തികമായി എനിക്കൊരു ആങ്സൈറ്റി ഉണ്ടെങ്കിലും ഞാൻ എന്നെ കൂടുതൽ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. ഈ ഒരു ഫ്രേസ് നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് ടാപ്പിംഗ് പോയിന്റ് കരാട്ടെ ചോപ്സിലാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. അവിടെ 2 വിരൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2-3 വിരൽ ഉപയോഗിച്ച് ടാപ്പ് ചെയ്യാം. സാധാരണ 2 വിരൽ വെച്ച് ടാപ്പ് ചെയ്യണമെന്ന് പറയും. 1 വിരലാണെങ്കിലും കുഴപ്പമില്ല. സോ ടാപ്പിംഗ് സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യും. സാധാരണ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് റിലാക്സേഷനിലേക്ക് എത്താറുണ്ട്. ഒരു സിമ്പിൾ റിലാക്സേഷൻ പാർട്ടിലേക്ക് എത്താൻ വേണ്ടി നമ്മളൊന്ന് ഡീപ് ബ്രീത്ത് ചെയ്യാറുണ്ട്. ഒരു 3 പ്രാവശ്യം ഡീപ് ബ്രീത്ത് ചെയ്യുക. നമ്മളിപ്പോൾ ഉള്ള സറൗണ്ടിങ് എൻവോൺമെന്റുമായിട്ട് നമ്മളൊന്ന് സിങ്കണൈസ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ഡീപ് ബ്രീത്ത് ചെയ്യുക. 3 പ്രാവശ്യം ഡീപ് ബ്രീത്ത് ചെയ്യുക. ഡീപ് ബ്രീത്ത് ചെയ്യുമ്പോൾ സാധാരണ നമ്മുടെ വയറിന്റെ ചലനം പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രീത്ത് അകത്തേക്ക് എടുക്കുമ്പോൾ വയർ മാക്സിമം പുറത്തേക്ക് വികസിച്ച് വരണം. സ്വല്പ നേരം ഹോൾഡ് ചെയ്യുക. അതിനുശേഷം വളരെ സ്ലോ ആയിട്ട് ശ്വാസം പുറത്തേക്ക് പോകുന്നതിനൊപ്പം വയറ് നട്ടലിൻ്റെ ഭാഗത്തേക്ക് ചുരുങ്ങി വരുന്നതായിട്ട് ഒബ്സർവ് ചെയ്യും. മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് പ്രോസസ് ചെയ്യും. ഓക്കെ, നമുക്ക് ആദ്യം 3 പ്രാവശ്യം ഒന്ന് ബ്രീത്ത് ചെയ്യാം. ഓക്കെ, കരാട്ടെ ചോപ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനൊപ്പം നമ്മുടെ സെറ്റപ്പ് ഫ്രേസും കൂടെ പറയാം. നാളത്തെ സാമ്പത്തികമായ ഒരു പ്രശ്നത്തെക്കുറിച്ച് കടുത്ത ആങ്സൈറ്റി ഉണ്ടെങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുകയും പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യും. നാളത്തെ ദിവസത്തിൽ സാമ്പത്തികമായ കടുത്ത ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഞാൻ എന്നെ കൂടുതൽ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. നാളത്തെ ദിവസത്തിൽ സാമ്പത്തികമായി കടുത്ത ആങ്സൈറ്റി ഉണ്ടെങ്കിലും ഞാൻ എന്നെ കൂടുതൽ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ചുള്ള ആങ്സൈറ്റി. സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് ആങ്സൈറ്റി. Third point, സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് സാമ്പത്തിക പ്രശ്നത്തെ
സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം. Next point. സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം. Next point. സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം. Next point. സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം. Next point. സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം. Next point. കോളർ ബോൺസിനെ തൊട്ട് സാമ്പത്തിക പ്രശ്നത്തെ കുറിച്ച്, സാമ്പത്തിക പ്രശ്നത്തെ കുറിച്ച്, സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം. Next point. Underarms. സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നത്തെ കുറിച്ച്, സാമ്പത്തിക പ്രശ്നത്തെ കുറിച്ച്, സാമ്പത്തിക പ്രശ്നം. ചെറുവിരലിന്റെ സൈഡില് സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, മിഡൽ ഫിംഗർ, സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ഗവൺമെന്റ് പോയിന്റ്സിനും കൂടെ സാമ്പത്തിക പ്രശ്നം, ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഷുഡ് ലെവൽ എടുക്കണമായിരുന്നു. സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസോർഡർ, ഈ ആങ്സൈറ്റിയെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് എടുത്തിട്ട് ആ ലെവല് ഈ പ്രോസസ്സ് ചെയ്തതിനു ശേഷം വീണ്ടും ഒന്ന് പ്രോസസ് ചെയ്യേണ്ടതായിരുന്നു. നമ്മളത് ആദ്യം ചെയ്തില്ല. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ള ആങ്സൈറ്റിയുടെ ലെവൽ 0 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ എത്രയാണ് നമ്മൾ അനലൈസ് ചെയ്യണമായിരുന്നു ആദ്യം. അതിനുശേഷം ഈ പ്രോസസ്സ് ചെയ്ത് വീണ്ടും SUD ലെവൽ ചെക്ക് ചെയ്യും. അപ്പോൾ ആദ്യം കിട്ടിയതിനേക്കാളും വേരിയേഷൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. വരുന്നില്ലെങ്കിൽ വീണ്ടും ഈ പ്രോസസ്സ് SUD ലെവലിന്റെ ലെവല് ഏറ്റവും ലോവർ ആകുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഈ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ. ടാപ്പ് ഒരു കൈ ഉപയോഗിച്ചാൽ റൈറ്റ് സൈഡിൽ മാത്രം ഉപയോഗിച്ചാൽ പോരെ? ചിലപ്പോൾ ഒരു കൈ ഉപയോഗിച്ചാൽ അങ്ങനെ ഉപയോഗിക്കാം. അത് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. കാരണം എക്സാക്ട് പോയിന്റ്സ് നമ്മൾ പറയുന്നില്ലല്ലോ. ഒരു കൈ ഉപയോഗിച്ചാലും മതി, 2 കൈ ഉപയോഗിക്കുന്നവർക്കും കുഴപ്പമില്ല.
രണ്ട് സൈഡിൽ ഉപയോഗിക്കാം, ഇങ്ങനെ ചെയ്യാം. ചില പോയിന്റ്സ് നമുക്ക് ഒരു വിരലുകൾ, അവർ 2 വിരല് സാധാരണ ഉപയോഗിക്കാൻ പറയും, 3 വിരൽ ഉപയോഗിക്കുന്നവരുണ്ട്. കണ്ണിന്റെ സൈഡിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വിരലുകൾ കൂട്ടി ഉപയോഗിക്കാം. ഓക്കെ, എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും, എന്തെങ്കിലും അതിനകത്തുള്ള അഡീഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ചെയ്യുന്ന രീതികൾ മാറ്റമുണ്ടെങ്കിലോ ഒക്കെ ചെയ്യാം. എന്തായാലും നമ്മൾ ചെയ്യുമ്പോൾ ഷുഡ് ലെവൽ ആദ്യം ഒന്ന് മെഷർ ചെയ്തിട്ട് വേണം പ്രോസസ്സിലേക്ക് പോകാൻ. എന്നിട്ട് ആ ഷുഡ് ലെവലാണ് ശരിക്കും സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസോർഡർ. നമ്മുടെ ഡിസോർഡറിന്റെ ഇന്റൻസിറ്റിയാണ് ഇത് എത്രമാത്രം മുന്നോട്ട് പോകണമെന്ന് നമ്മൾ തീരുമാനിക്കും. അവിടെയാണ് നമുക്കൊരു കമ്പാഷനേറ്റ് അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള അപ്രോച്ച് വേണ്ടത്. കാരണം നമ്മുടെ ഷുഡ് ലെവൽ കറക്റ്റ് ആയിട്ടല്ല നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻസ് തെറ്റിപ്പോകും, പെട്ടെന്ന് നമ്മളത് നിർത്തി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ട്രോമാറ്റിക് സിറ്റുവേഷനും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ സ്ട്രെസ്ഡ് ആകുന്നത് എന്നുള്ളതും അതിനെ മാക്സിമം പീക്കിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം പ്രോസസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയാം. എൻ്റെ 2-3 ക്ലയൻസിന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തിട്ട് വളരെ കൃത്യമായ റിസൾട്ട് ഉണ്ട്. അദ്ദേഹം വന്നില്ലെന്ന് തോന്നുന്നു, പക്ഷെ അദ്ദേഹം അത് കറക്റ്റ് ഞാൻ പറഞ്ഞ് ഇന്ന ടൈം ചെയ്യിക്കുന്നുണ്ട്. ആ ചെയ്യുന്നതിന്റെ റിസൾട്ട് ഉണ്ട്. ആദ്യത്തെ സമയത്തൊന്നും അത്രയും റിസൾട്ട് കിട്ടിയിരുന്നില്ല, പക്ഷെ ഇപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ടൈം അപ്പോൾ വളരെ കൃത്യമായിട്ട് അത് പാലിക്കണം. സമയം, ദീർഘമായ സമയം എടുത്ത് തന്നെ ചെയ്യണം. ഇനി ഇങ്ങനെ അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് ട്രോമാറ്റിക് സിറ്റുവേഷൻസ് ഒന്നുമില്ല, വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല, നമ്മൾ വളരെ നല്ലൊരു അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് സ്പിരിച്വൽ EFT, ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്ലിനിക്കൽ EFT, നമ്മൾ ശരിക്കും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാനേജ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അങ്ങനെ അല്ലാത്ത അവസ്ഥയിൽ നമുക്ക് സ്പിരിച്വൽ EFTയുടെ ഒരു സെഷനും കൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ വിളിച്ചു. സാറേ, ഒരു കാര്യം ചോദിക്കും. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കൂടുതൽ ഇൻസൈറ്റ് കിട്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ സാറിന് ക്ലയന്റ് ഉണ്ടായിരുന്നു പറഞ്ഞത്. അപ്പൊ സാറ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണോ ചെയ്തത്, സർവഗേറ്റ് ആയിട്ട് ചെയ്തത്? ഞാൻ ആദ്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്തത്. ആദ്യം നമ്മൾ പറയുന്ന പോലെ അവരത് കറക്റ്റായിട്ട് പാലിക്കുന്നില്ല, സമയം ക്രമം കൃത്യമായിട്ട് പാലിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. കുറെ നാളായി. നല്ല ട്രോമാറ്റിക് സിറ്റുവേഷൻ ഉള്ള ഒരു വ്യക്തിയാണ്, നല്ല ട്രോമയാണ്, സിമ്പിൾ ചെറിയ ട്രോമയല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് നമുക്കൊരു എക്സ്പീരിയൻസ്. നല്ല ട്രോമാറ്റിക് സിറ്റുവേഷനുള്ള ആള് ഇതുപോലത്തെ പ്രോസസ് ചെയ്താൽ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടും. പക്ഷെ ട്രോമാറ്റിക് ഇവന്റ് ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഒരു ഫീലിംഗ് എത്ര എഫക്റ്റീവായിട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എപ്പോഴും ഒരു വെൽബീയിങ്ങിന്റെ തലത്തിൽ പ്രയോജനകരമാണ്. പക്ഷെ സമയം അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മളൊരു 3-4 മാസമായി പുള്ളിനെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ ഈ ലാസ്റ്റ് 1 മന്ത് ഞാൻ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഞാനും കൂടെ പുള്ളിനെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വീട്ടിലുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്യിച്ചിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് ഇൻ പേഴ്സൺ അല്ല, അവർ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത് അല്ലേ സാർ? അതിന് ഫോളോ അപ്പ് എടുത്തു അല്ലേ? അല്ല, ഞാൻ ഓൺലൈൻ മാത്രം അല്ലേ, ഞാൻ നേരിട്ട് ഫോളോ അപ്പ് മാത്രം. എനിക്കറിയാം, വീട്ടുകാരെല്ലാം അറിയാം. അപ്പൊ പ്രോസസ്സ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് എല്ലാം ഉണ്ട്. നല്ല ട്രോമാറ്റിക് സിറ്റുവേഷനും ഉണ്ട്. പുള്ളിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനുള്ള അവസ്ഥയിലാണ് ഈ പ്രോസസ്സിലൂടെ പോയത്. സ്ക്രിപ്റ്റ് സാറല്ലേ കൊടുത്തത്? സ്ക്രിപ്റ്റ് എഴുതിക്കുകയോ ചെയ്ത്, ആ സ്ക്രിപ്റ്റ് എഴുതാനാ പറഞ്ഞു. ഏത് ട്രോമാറ്റിക് സിറ്റുവേഷൻ ആണ് എഴുതുന്നത് എന്നുള്ള എഴുതിച്ച് ഞാൻ വാല്യൂറ്റ് ചെയ്തേ. അപ്പൊ അത് എന്താണ് നമ്മളോട് പറയണ്ടേന്നുള്ളത് അത് സാറ് പറഞ്ഞു കൊടുത്തതല്ലേ? യെസ്. അല്ല, ഇത് വളരെ സിമ്പിൾ ആണത്. നമ്മുടെ ട്രോമ ശരിക്കും ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് നിങ്ങളൊരു 10 പ്രശ്നങ്ങൾ എഴുതാനാ പറയുന്നത്. അതെ, അതിന് ഏറ്റവും കൂടുതൽ SUD ഉള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. 10 പ്രശ്നങ്ങളെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഓരോ പ്രശ്നത്തെയും നമ്മളിലൂടെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരു ശരി ബ്രെയിൻ സ്റ്റോമിങ് വേണം. എന്നാലും അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാകുള്ളൂ. പലപ്പോഴും യഥാർത്ഥത്തിലുള്ള സിറ്റുവേഷൻ എന്താണെന്നറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുക, ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ആണ് വരുന്നത്. അപ്പൊ അവിടെ നമ്മളൊരു ചിലപ്പോ ഏറ്റവും അവസാനവും ഏറ്റവും ഇന്റൻസിറ്റി ഉള്ള കാര്യം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ മനസ്സിലായി. ഞാൻ പറയുമ്പോ 2-3 പോയിന്റ് എഴുതിച്ച് അങ്ങ് നിർത്തും. അതെ. പിന്നെ എന്താ വെച്ചാൽ എല്ലാ ദിവസവും SUD ചെക്ക് ചെയ്യണ്ടേ? ഇതിപ്പോ ഇങ്ങനെ ഒരു
ട്രയലിൽ പോവാന്ന് വെച്ചാൽ എല്ലാ ദിവസവും അവർ ചെയ്യണ്ടേ, അത് ഹാഫ് ആൻ അവർ ചെയ്യാൻ അങ്ങനെ പറയാം? അല്ല, ഞാൻ 1 hour പറയുന്നത്. 1 hour പറഞ്ഞോ. പ്രോസസ് ചെയ്യുമ്പോഴും ഓരോന്നും ചെയ്യണമെന്നില്ല. ഓരോന്നും ചെയ്യുമ്പോൾ അത്ര ആ. ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ 2-3 അതെ. സെഷൻ കഴിയുമ്പോഴത്തേക്ക് 2-3 പ്രോസസ് സീക്വൻസ് കഴിയുമ്പോൾ SUD ചെക്ക് ചെയ്യാൻ പറയും. താങ്ക് യു. അത് ഇങ്ങനെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ളത് അറിയുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ പലപ്പോഴും നമ്മൾ EFT പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. പക്ഷെ ആളുകൾ ചെയ്തില്ലെങ്കിൽ അതിന് റിസൾട്ട് ഇല്ലല്ലോ. നമുക്ക് ഇത്ര സമയം നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാറില്ല. അതായത് നമ്മൾ അധികം ഓൺലൈനിലാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് റിസൾട്ട് കിട്ടാവുന്നത്. ഇപ്പൊ ഈ കേസിൽ ഞാൻ പ്രത്യേകം അതിന് കാരണം ഈ പുള്ളിക്ക് എക്സാക്ട് ട്രോമയുണ്ട്, പുള്ളിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ആ പ്രോബ്ലം ഉള്ള ഒരാളെ കറക്റ്റായിട്ടും പുള്ളിനെ ഗൈഡ് ലൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. പക്ഷെ അതത്ര എളുപ്പമല്ല. കുറെ ഞാൻ പറഞ്ഞില്ല, 4-5 മാസമായി ഞാൻ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ അത് എനിക്ക് റിസൾട്ട് കൂടെ ഇരിക്കേണ്ടി വരാറുണ്ട് പലപ്പോഴും. നമ്മൾ തന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ച്, കാരണം ആ ട്രോമയുള്ള ആൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, മോട്ടിവേറ്റഡ് ആവണമെങ്കിൽ. എനിക്കൊന്നും പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതെ എന്നൊരു അതെ. മനസ്സിൽ വരുന്നത്. കാരണങ്ങൾ പല പല കാരണങ്ങളാണ്. ഫാമിലിയുടെ ഹെൽപ്പും വേണ്ടി വരും ഇവിടെ. സിവിയർ ആയിട്ടുള്ള പ്രശ്നത്തെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രശ്നത്തെ തന്നെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് നമ്മൾ ചെയ്യിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. താങ്ക് യു സർ. ട്രിവാൻഡ്രം ആണോ? അല്ല, ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരാ. സീരിയലിലുള്ള ഒരു സംഗീത മേഡം ഉണ്ട്, ഏകദേശം അല്ല, തൃശ്ശൂരാണ്. സംഗീത മേഡം അതേ ഫേസ് ആണ്, അതുകൊണ്ട് സെലിബ്രിറ്റി ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കേട്ടോ. എനി എക്സ്പീരിയൻസ് സംഗീത മാം സ്കൂൾ കുട്ടികളിൽ പ്രോസസ് ചെയ്യുന്നു അല്ലെ മാം? ഒന്ന് പറയൂ. അതെ, സ്കൂൾ കുട്ടികളിൽ എന്റെ ഫ്രണ്ടാണ്. പക്ഷെ സ്കൂൾ ക്ലാസ്സുകളിൽ ചെയ്യുന്നതല്ലാതെ എന്റെ അടുത്തേക്ക് വരുന്ന ക്ലയന്റ് കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവനെ അമ്മ കൊണ്ടുവന്നതാണ് ആക്ച്വലി. അപ്പൊ രണ്ടുപേരെ ഇരുത്തിയിട്ട്, അമ്മ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ വരണ്ടായിരുന്നില്ല. രണ്ടുപേരെ ഇരുത്തിയിട്ട് സാധാരണ പോലെ സംസാരിച്ചിട്ട് ഒരു രണ്ടുപേർക്കും ഒരേ കാര്യം തന്നെ കൊടുത്തിട്ട് ആദ്യം GPSUD അങ്ങനെയൊന്നും അല്ല, ഒരു റിലാക്സേഷൻ ആയിട്ട് അതിൽ തന്നെ ആ കുട്ടി ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. ഇത്ര റിലാക്സേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ വരാൻ സമ്മതിച്ചു ആണ് ഉണ്ടായത്. അപ്പൊ എല്ലാത്തിലും ആ കുട്ടിയുടെ ഒരു പിയർ പ്രഷർ വന്നിട്ടുള്ള കുറച്ച് ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതിലാണ് വന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല ടൈം ടേബിൾ വെച്ച് പഠിക്കാൻ പറ്റി. പരീക്ഷ എഴുതുകയാണ്, അത് 11th ഫെയിൽ ആയിരുന്നു. പക്ഷെ സപ്ലിമെന്ററി എഴുതിയിട്ട് പാസ്സായി. അങ്ങനെ നല്ല നല്ല റിസൾട്ടുകൾ വന്നിട്ടുണ്ട് ആ കുട്ടിക്ക്. അങ്ങനെ പിന്നെയും വേറെ ഏജ്ഡ് ആയിട്ടുള്ള ക്ലയൻസും എല്ലാ രീതിയിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ഓൺലൈനിലും ഓഫ്ലൈനിലും ചെയ്തിട്ടുണ്ട്. 2 കൈ കൊണ്ടും ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പറയാനെന്ന് വെച്ചാൽ ഈ ക്രൗൺ, ഞാൻ റേക്കി ചെയ്യണോണ്ട് ക്രൗണിൽ നമ്മൾ ടാപ്പ് ചെയ്യില്ല എന്ന് പറയും, കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ട് ചെയ്താൽ മതി എന്ന് പറയും. ഈ നമ്മുടെ ഉച്ചിയില് അങ്ങനെ 2 കൈയാകുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് പോസിബിൾ ആണ്. 2 കൈയാകുമ്പോൾ നമുക്ക് അവിടെ തൊടണ്ടല്ലോ, ഇങ്ങനെ നീക്കിയിട്ട് വെക്കാം. പിന്നെ ഈ റിപ്സിന്റെ താഴെയും ചെയ്യിപ്പിക്കാറുണ്ട്. അത് വ്യത്യാസം, ചിലയിടത്ത് ചില വ്യത്യാസം ഉണ്ടെന്ന്. ഞാൻ എന്താ വെച്ചാൽ ഇതിനെ പറ്റി കൂടുതൽ പഠിക്കുകയാണ്, അതാണ് ഞാൻ കണ്ണിന്റെ മുകളിൽ ചെയ്യാറുണ്ട്. അതെ, കണ്ണിന്റെ മുകളിൽ ഇവിടെ ചെയ്യാറുണ്ട്. അവിടെ കണ്ണിന്റെ മുകളിലുണ്ട്. പിന്നെ പിന്നെ ഇവിടെയാണ് സ്റ്റാർട്ടിങ് ഓഫ് ദ ഐബ്രോസ്, അങ്ങനെ ചെയ്യാറുണ്ട്. സ്റ്റാർട്ടിങ് ഓഫ് ദ ഐബ്രോസ് 2 കൈയും. അപ്പൊ 2 വിരൽ ഉപയോഗിച്ചാൽ കറക്റ്റ് ആ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ 2 വിരല്, 2 കൈന്റെ 2 വിരൽ, അപ്പൊ 4 വിരലുണ്ടാവും. അപ്പൊ അത്രയും ഏരിയ കിട്ടൂല. അതുപോലെ ഇവിടെ ഇത്രയായിട്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു. വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. സാബ് സർ, ഞാൻ കഴിഞ്ഞ ക്ലാസ് കേട്ടപ്പോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ബോഡിയിലുള്ള അലർജി വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. അപ്പൊ സാറിന്റെ കഴിഞ്ഞ EFTന്റെ ഫസ്റ്റ് ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ആ മെത്തേഡിനെ പറ്റി കേൾക്കുന്നത്. അപ്പൊ ഞാൻ സാർ പറഞ്ഞ ഓർഡറിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് അല്ലെങ്കിൽ നമ്മൾ കൺസേൺഡ് ആവുമായിരുന്നു ഇച്ചിങ്ങിനെ പറ്റിയിട്ട്. അപ്പൊ അത് ആ തോട്ട് മാറി ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായി. അപ്പൊ 2-3 ദിവസം ഞാൻ രാത്രി ട്രൈ ചെയ്തിട്ടുണ്ടായി. അപ്പൊ എനിക്ക് നല്ല റിലീഫ് ഫീൽ ചെയ്തിട്ടുണ്ടായി. ശരിക്കും എഫക്റ്റീവ് ആയിട്ടാണെന്ന് തോന്നിയിട്ടുണ്ടായി സർ. ശരിക്കും അതൊരു സിറ്റുവേഷൻ ആണ്. ഉറക്കമില്ല, ഇൻസോമാനിയ, ഉറക്കത്തിന്റെ പ്രശ്നം വരിക എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്ന പ്രശ്നമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വലിയ ട്രോമാ സിറ്റുവേഷൻ തന്നെയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. കാരണം നമ്മൾ മനസ്സുകൊണ്ട് മൈൻഡ്ഫുള്ളി ആണ്. കാരണം എനിക്കിത് വേണം.
പക്ഷെ എല്ലാം ബാക്കിയുള്ള സിറ്റുവേഷൻസ് അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും റിസൾട്ട് കിട്ടാതെ വരുന്നത്. താങ്ക് യു പക്ഷേ സർ. ഈ പ്രോസസ്സ് കൃത്യമായിട്ട് ഈ പ്രോസസ്സ് നമുക്ക് സെൽഫ് ഡ്രിവൺ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിനു വേണ്ടി നമ്മളൊരു വലിയ എഫേർട്ട്, വലിയ എന്താ പേയ്മെന്റ് ഒക്കെ ഉള്ള പഠനങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല. എന്ത് പഠനത്തിലും ഇതിന്റെ ലെവലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നമ്മളത് ക്ലയന്റിനെ കൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യിപ്പിക്കുക, അവരുടെ പ്രശ്നത്തെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കൊടുത്താൽ കൃത്യ റിസൾട്ട് കിട്ടും. ഓക്കെ. മണി ബ്ലോക്കിനൊക്കെ നല്ലതാണ് സർ. യെസ് യെസ്, നല്ല മെന്റൽ സ്ട്രെയിൻ ആണ്. അതെ അതെ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 8:30 ആയി. രമാവതി മാം പറയും. സാറേ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. കാരണം സാറ് മുമ്പ് എടുത്ത എന്റെ ബാക്കിയല്ലേ ശരിക്കും നമ്മുടെ പിന്നെ ഓരോ ശരീരത്തിലുള്ള ഞാൻ കുറച്ചല്ലേ ഇത് പഠിച്ചതെല്ലാം സാറ് വീണ്ടും പറയുമ്പോ എനിക്ക് ഒന്നും കൂടി സന്തോഷം തോന്നി. കാരണം ഇനിയാങ്ങുള്ള തത്വം, പിന്നെ സ്ത്രീ പുരുഷ ബന്ധം, അതായത് സ്ത്രീകള് പിന്നെ സമ്പാദ്യശീലമുള്ളവരാണ്, പുരുഷന്മാര് പിന്നെ സ്ത്രീകൾ തണുപ്പം മട്ടാണ്, മറ്റേ പുരുഷന്മാര് തണുപ്പം മട്ടല്ല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ അതിന്. അതുപോലെ തന്നെ 12 ജോഡി മെറിഡിയനും അതുപോലെ CVGV 2 മെറിഡിയനും സ്വതന്ത്രമായിട്ടുള്ള, അങ്ങനെ 14 മെറിഡിയൻസ്. നല്ലായിട്ടുണ്ട് സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. എന്താ സർ? സാർ അത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ഡേ ടു ഡേ ലൈഫായിട്ട് ഒന്ന് കണക്ട് ചെയ്താണ് ചിന്തിക്കുന്നത്. ഈ പറയുന്നത് പറഞ്ഞത് വൈഫിനൊക്കെ ഉറക്കത്തിന്റെ പ്രോബ്ലം ഉണ്ട്, നെർവസിന്റെ ഇതൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് സാറോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഡിസ്കഷനിലെ കൂടി അതൊക്കെ മാറ്റിയെടുക്കാൻ തോന്നുന്നു. പുതിയൊരു ഇതാണ് നമ്മള് ന്യൂറോയിൽ പോകുന്ന, ക്ലിനിക്കിൽ പോകുന്നതിനേക്കാളും നമുക്ക് തന്നെ സ്വയമായിട്ട് തന്നെ ചെയ്യാമെന്നുള്ളത്. അതെ, സെൽഫ് ഡ്രിവൺ ആണ്, നമുക്ക് തന്നെ ചെയ്യാം. സിസ്റ്റംസ് ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് അവിടെ കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റും. പിന്നെ പ്രശ്നമാണെങ്കിലും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി അതിന്റെ SUD ഒന്ന് എടുത്തിട്ട് അത് ടാപ്പ് ചെയ്ത് എത്രമാത്രം ചേഞ്ച് വരുന്നുണ്ട് നമുക്ക് ചെക്ക് ചെയ്താൽ. അത് ഉറക്കക്കുറവാണെങ്കിൽ സാറേ തലയിൽ തന്നെ ഒരു കുറെ ടൈപ്പ് ഉണ്ട്. അതായത് ചെറിയ രീതിയിലല്ല, ഇങ്ങനെ കുറെ ഇതായിട്ട്, പിന്നെ ഇങ്ങനെ ഇതാക്കുന്നത്, പിന്നെ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ പുറകിൽ ഇങ്ങനെ ഇതാക്കുന്ന നെറ്റി, അതെല്ലാം ചെയ്താൽ, സ്വയം ചെയ്താൽ തന്നെ കുറച്ച് ഉറക്കത്തിന് പ്രശ്നമെല്ലാം തീരും. അത് കുറച്ച് രീതികളുണ്ട്. തലയിൽ മസാജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. യെസ് സർ, യെസ് സർ. പണ്ട് അമ്മമാര് ചെയ്തിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല. നമ്മളിപ്പോ ചെയ്യുന്നില്ലെന്നുള്ളൂ, നമ്മളത് ചെയ്യുന്നതാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ആർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. യെസ്, ഇപ്പൊ പൈസ കൊടുത്തിട്ട് ബ്യൂട്ടി പാർലറിലും പോയിട്ടാ ചെയ്യുന്നത്. പണ്ട് അമ്മമാരുടെ കാൽച്ചോട്ടിലിരുന്നാ മതിയായിരുന്നു. അല്ല, ഇപ്പോഴും അങ്ങനെ ഇരുന്ന് കൊടുത്താൽ ഓക്കെയാണ്, അവർ ചെയ്തു തരും. സമയമില്ലാത്തതുകൊണ്ട് ഒക്കെയാണ്. കാൽച്ചോട്ടിൽ വന്നിരുന്നത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തില്ലേ? തീർച്ചയായിട്ടും ചെയ്യും. അതെ തീർച്ചയായിട്ടും. സത്യത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതുകൊണ്ട് കിട്ടുന്ന സ്റ്റിമുലേഷൻ എന്താണെന്ന് അറിയത്തില്ല. ഒരു പ്രാവശ്യം ചെയ്തു നോക്കൂ, പിന്നെ എല്ലാ ദിവസവും വന്നിരിക്കും. അതാണ് സാറേ. ശരിക്കും ഇവിടെ വരുന്ന ഹെഡ് മസാജ് ചെയ്താൽ അവര് പറയുന്നത് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് ഉറക്കം വന്നു തോന്നിയില്ലെങ്കിൽ ഉറങ്ങാറില്ലാന്ന്. കുറെ ദിവസത്തേക്ക് അത് അതിന്റെ ഇതുണ്ടാവും. താങ്ക് യു ജോർജ് സാർ പറയും. സർ, ഒരു കാര്യം ചോദിക്കട്ടെ. സാർ ക്ലയൻസിന് കൊടുക്കുമ്പോ അത് ഒരേ സമയത്ത് ചെയ്യാൻ പറയാറുണ്ടോ? എല്ലാ ദിവസവും ഒരേ സമയത്ത്? ഈവനിങ്ങിലോ അല്ലെങ്കിൽ മോർണിംഗിലോ. അതൊരു ഹാബിച്വൽ പ്രോസസ്സാണ്. അതെ അതെ. ഇപ്പോൾ ഒരേ സമയം എന്ന് പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കും. വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. ടാപ്പിംഗ് സീക്വൻസ് ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിലാക്സേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ത്രൂ വരും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആ പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ശരിക്കും ഒരു സ്വിച്ചിന്റെ എഫക്റ്റ് ആണ്. ആ സ്വിച്ച് കറക്റ്റ്, അപ്പം ടൈമിങ് കറക്റ്റ് ആണെങ്കിൽ റിസൾട്ട് കൂടും. നമ്മുടെ ഈ ബയോളജിക്കൽ ക്ലോക്കുമായിട്ട് അതിൽ കണക്റ്റഡ് ആവും. അതെ അതെ. ആ സമയമാകുമ്പോ ബ്രെയിൻ നമ്മളെ അത് ഓർമ്മിപ്പിച്ച് എന്തായാലും കുറച്ച് മടി വന്നാലും നമ്മൾ അത് ചെയ്യും. അത് റുട്ടീനായിട്ട് മാറും. താങ്ക് യു സർ. ആദ്യമേ പറയാതെ വയ്യ, പ്രത്യേകം അഭിനന്ദനവും നന്ദിയും സാറെ അറിയിക്കാതിരിക്കുന്ന എങ്ങനെ. ഈ കസ്തൂരിമാൻ
കസ്തൂരി അന്വേഷിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ സ്വായത്തമായി കൺമുമ്പിൽ കയ്യെത്തുന്നിടത്ത് വർഷങ്ങളായിട്ടുണ്ട്. സാറ് പറഞ്ഞു തരും. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ അധികം പോയി അത് വിട്ടുപോകും. ഇതേപോലെ വീണ്ടും വിളിച്ചിട്ട് ഓർമ്മിപ്പിക്കുമ്പോഴാ ഇതൊരു സാറ് എത്ര കൃത്യമായിട്ടാ പറഞ്ഞതെന്ന്, ഇത് എനിക്ക് വേണ്ടി പറഞ്ഞതാണല്ലോ എന്ന് കൃത്യമായിട്ട് തന്നെ ഓരോ പ്രാവശ്യവും കിട്ടുന്നു. അത് എന്തെന്നില്ലാത്ത നിറവും എന്തെന്നില്ലാത്ത സുഖവും ആണ് പ്രദാനം ചെയ്യുന്നത്. നോ ഡൗട്ട്. പ്രാക്ടീസ് ചെയ്യാൻ വീണ്ടും വീണ്ടും ഒരു ഉൾപ്രേരണ കിട്ടുന്നുണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ EFT ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായിട്ട്, പണ്ട് കേട്ടു പിന്നെ ബ്രേക്കായി എങ്കിലും കഴിഞ്ഞ ക്ലാസ് മുതൽ കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഉണ്ട്. പക്ഷെ സമയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അങ്ങോട്ട് എത്തിയിട്ടില്ല. കുറച്ചുകൂടെ സമയം ഉപയോഗപ്പെടുത്താം. അത്രമാത്രം സമയദാരിദ്ര്യമൊന്നും എനിക്കില്ല, പക്ഷെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു മനസ്സായിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി അതിനും ശ്രമിക്കും തീർച്ചയായിട്ടും. താങ്ക് യു സർ. അതെ, അങ്ങനെ ഒരു പ്രോബ്ലം ആണ് പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. ഇന്ന് ഇത്ര സമയം നമ്മൾ ചെയ്യണോ, ഇത്ര സമയം ചെയ്തിട്ട് റിസൾട്ട് വേണ്ടെന്ന് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയാതെ സ്റ്റോപ്പ് ആയി. അങ്ങനെ മടുത്ത് പിന്മാറിപ്പോയത് ആദ്യകാലങ്ങളിൽ. അങ്ങനെ വലിയ പ്രതീക്ഷകളായിരുന്നു. ശരിക്കും അതാ, ഈ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവും മാത്രമേ അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്യണമെന്നൊരു തോന്നൽ വരുമ്പോഴാണ്. ചില ആൾക്ക് അങ്ങനെയുള്ളവർക്ക് തന്നെ സർവൈവ് ചെയ്യാൻ പറ്റത്തുമില്ല. അതിന് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം. ആ ഹെൽപ്പ് കറക്റ്റ് ഇഫക്റ്റീവായിട്ട് വരുകയും ചെയ്യും. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം അല്ലെങ്കിൽ നമുക്ക് പറയും. ഞാൻ ബ്യൂട്ടീഷ്യനില് ഇതൊക്കെ പഠിച്ചതാ, ടാപ്പ് ചെയ്യലും ഇതൊക്കെ. അപ്പൊ കൂടുതൽ മനസ്സിലായി. ഇപ്പൊ പറഞ്ഞപ്പോ കൂടുതൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റി. മെസ്സേജ് ചെയ്യലൊക്കെ ഉണ്ട് ഞങ്ങളതിൽ, ടാപ്പ് ചെയ്യലും. നല്ല ക്ലാസ് ആയിരുന്നു. ഒന്നും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തോളൂ. ചെയ്യുന്ന വെച്ചാൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് ഇതിനകത്ത് ആർക്കും ഇത് പകർന്നു കൊടുക്കാമല്ലോ അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. വളരെ സിമ്പിളാണ്. അവരെ കൂടി ചെയ്യാൻ പറ്റും. കേൾക്കാനും ചെയ്യാനും മനസ്സിലുള്ളവർക്ക് വേണം പറഞ്ഞു കൊടുക്കാൻ. അതെ, കേട്ടോളന്നില്ലല്ലോ. സ്വയം മുന്നോട്ട് വരുമ്പോഴാണ് കാര്യം നല്ലോണം പോലെ ആവുക. മെഡിസിൻ ഒന്നും കൊടുക്കുന്നില്ലല്ലോ സാറേ. പ്രശ്നമുണ്ട് എന്ന് തോന്നുന്ന വ്യക്തികളെ നമുക്ക് അങ്ങനെ സമീപിക്കാം. അതെ, നല്ല വെൽബീയിങ്ങിൽ ഇരിക്കുന്നവർക്കൊന്നും അത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് നമുക്ക് സ്പിരിച്വൽ EFT ഇടയ്ക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന, അത് നമുക്ക് ഒരു ബസ്സിൽ ഇരിക്കുമ്പോഴൊക്കെ ചെയ്യാം. കാരണം നമ്മൾ ഹാപ്പിനെസിന്റെ തലത്തിൽ, ഒരു റിലാക്സ്ഡ് തലത്തിലാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ വ്യക്തികളെ കണ്ടെത്തി ഈ പ്രോസസ്സ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഡ്യൂട്ടി. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള നമ്മുടെ മുമ്പിൽ വന്ന് വരും. ഒത്തിരി ഇമോഷണൽ പ്രോബ്ലംസ് ഉള്ളവരോ ഡിസോർഡർ അല്ലെങ്കിൽ പറയുന്നത് എപ്പോഴും ഒക്കെ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്ന വരുമ്പോൾ അവരെ സ്വല്പം നേരം നമ്മുടെ കൂടെ ഇരുത്തി ചെയ്യിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ നല്ല റിലീഫ് കിട്ടും. സാറേ, ഈ തീരെ സുഖമില്ലാഞ്ഞിട്ട് കാലെല്ലാം തണുത്തിട്ടെല്ലാം ചിലവർ കിടക്കുന്നുണ്ടാവില്ലേ? അവർക്ക് റെഫ്ലക്സോളജി എല്ലാം കാലിന്റെ അടിയിൽ നല്ല രീതിയിൽ ചെയ്തു കൊടുത്താല് കുറച്ച് കഴിയുമ്പോ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടും സാറേ. കുറച്ച് ചൂടുണ്ടാവും അവരെ കാലെല്ലാം തൊട്ട് നോക്കിയാൽ. ശരിക്കും എല്ലാ ഹീലിംഗും നമ്മുടെ ബോഡിയാണ് ചെയ്യുന്നത്. ബോഡി ചെയ്യാൻ നമ്മൾ ശരിക്കും ഓക്കെ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ. നമുക്ക് പറ്റുമെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ അനൗൺസ് ചെയ്യുന്നതനുസരിച്ച് സ്പിരിച്വൽ ഹീലിംഗിന്റെ, സ്പിരിച്വൽ EFTയുടെ ആ പ്രോസസ്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മിനിമം മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്ന് വിചാരിക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ബൈ. സി.